بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. يا خير من دفنت بالقاع يعظمه فطاب من طيبهن القاع لكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. أنت النبي الذي ترجى شفاعته على الصراط إذا ما زلت القدم. وصاحباك فلا أنساهما أبدا مني السلام عليكم ما جرى القلم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. واعلموا يا أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه. സമാദരണീയരായ ഉൽമാർ ഉസ്താദ്, മറ്റു ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പിന് ആവശ്യമെന്നോണം നമ്മുടെ നാടുകളിൽ ഇപ്പോഴും വഅളുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. വഅള് പറയുന്നതും കേൾക്കുന്നതും
നല്ല ഒരു കാര്യമാണ്. അത് ഏറ്റവും അധികം ഫലവത്താകുന്നത് പറയുന്നവന്റെയും കേൾക്കുന്നവരുടെയും ജീവിതത്തിൽ പ്രതിഫലിക്കുമ്പോഴാണ്. ബാദ് ഇടക്കിടക്ക് പറയുകയും ഉണർത്തുകയും ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നു. ആ ഉപദേശം കൊണ്ട് ഏതെങ്കിലും ഒരാളുടെ പ്രവർത്തനത്തിൽ കാതലായ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഈ സംഘടിപ്പിച്ച ഇതിന് നേതൃത്വം നൽകിയ എല്ലാ ആളുകൾക്കും സംബന്ധിച്ച ആളുകൾക്ക് വരെ അതിൽ നേട്ടമുണ്ടാകും. ഉത്ബോധിപ്പിക്കേണ്ട കാര്യങ്ങൾ പറയാതെ നാട്ടിലെവിടെയെങ്കിലും നടക്കുന്ന തിന്മകൾക്കെതിരെ പ്രതികരിക്കാതെ എല്ലാത്തിനോടും സമരസപ്പെട്ട് സഹായിച്ച് സൗഹൃദം പാലിച്ച് മുന്നോട്ട് നീങ്ങിയാൽ അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വലിയ ശിക്ഷ വരാനുള്ള കാരണമായി തീരും. നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാം ഒരു പ്രദേശത്തുകൂടെ നടന്നു പോകുമ്പോ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ കുറച്ച് ആളുകളുമുണ്ട്. ഒരു പ്രദേശത്ത് ഒരൊറ്റ മനുഷ്യനും അവരുടെ പാർപ്പിടവും ഇല്ലാതെ എല്ലാം തകർക്കപ്പെട്ട രീതിയിലാണ് കണ്ടത്. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ ഇതിലെ വന്നിരുന്നപ്പോ ഇവിടെ കുറെ ആളുകളും അവര് താമസിക്കുന്ന കുറെ വീടുകളും ഉണ്ടായിരുന്നു. ഇപ്പൊ അവരെ വീടും കാണാനില്ല, അവരെയും കാണാനില്ല. മഹാനവർകൾ ഈ മനുഷ്യന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി ആ പ്രദേശത്ത് ഒരു ഉയർന്ന സ്ഥലത്ത് കയറി ആ നാട്ടുകാരെ ഒന്ന് ഉറക്കെ വിളിച്ചപ്പോ മൺകൂനയിൽ നിന്ന് ഒന്ന് രണ്ട് ശരീരങ്ങൾ ഇങ്ങനെ പതുക്കെ പൊങ്ങി വന്നു. മൃതശരീരങ്ങൾ പൊങ്ങി വന്നിട്ട് ഈസാ നബി അലൈഹിസ്സലാം അവരോട് ചോദിച്ചു, നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ശിക്ഷ വന്ന് മരണമടഞ്ഞവരാണോ എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, അതെ. ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, അതിന്റെ കാരണം ദുനിയാവല്ലേ എന്ന് ചോദിച്ചു. ആ, ദുനിയാവാണ് എന്ന് പറഞ്ഞു. ദുനിയാവിനോടുള്ള പ്രേമവും ദുനിയാവിനോടുള്ള ഇഷ്ടവും കാരണം നന്മകൾ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും ആ സമൂഹം തയ്യാറായില്ല. അപ്പോ അല്ലാഹു തആല ശിക്ഷ ഇറക്കുന്ന ആ ഒരു പരിധിയിലേക്ക് തിന്മ ഇങ്ങനെ തഴച്ച് വളർന്ന് ഉയർന്ന് എല്ലാവരിലേക്കും അത് വ്യാപിച്ചു. നാട്ടിലെവിടെയെങ്കിലും ഒരു ഹറാം, ഒരു ചര്യ പോലെ ഏതെങ്കിലും ഒരു കുടുംബം സ്വീകരിച്ചുകൊണ്ട് അനുഷ്ഠിക്കുന്നു എന്നറിഞ്ഞാൽ അവരെ ഓർമ്മപ്പെടുത്തി അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അതിന്റെ ഗൗരവ തലങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഒരൊറ്റ ആൾക്ക് നേർക്കേറെ പറയാൻ മടിയാണെങ്കിൽ ആളെ വ്യക്തമാക്കാതെ വിഷയം മാത്രം പറഞ്ഞ് കാര്യം ബോധ്യപ്പെടുത്തണം. അങ്ങനെയുണ്ട്. സ്വഹാബിമാർക്കിടയിൽ എന്തെങ്കിലും ഒരു കാര്യം തിരുത്തപ്പെടേണ്ട ഒരു കാര്യം നടന്നത് ഒരു പ്രഗത്ഭനായ സ്വഹാബിയിൽ നിന്നാണെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്റെ ശേഷമോ ഏതെങ്കിലും
അവർ സംബന്ധിക്കുന്ന സമയങ്ങളോ നോക്കിയിട്ട് വിഷയം മാത്രം പറഞ്ഞ് ഗൗരവം പറഞ്ഞത് തിരുത്തും, ആളെ പറയില്ല. അങ്ങനെയല്ലേ കുറച്ച് ആളുകൾ നിസ്കാരത്തിൽ ഇങ്ങനെ ഉയർത്തിലേക്ക് നോക്കിയപ്പോ പേരെടുത്തു പറയാതെ തങ്ങൾ പറഞ്ഞു മാ ബാലു അഖ്വാമിൻ യർഫഊന അബ്സാറഹും ഇലസ് സമാ. ചില ആളുകളുടെ കഥ എന്താണ്? നിസ്കാരത്തിൽ അവർ മേൽപോട്ട് നോക്കും. നിസ്കാരത്തിൽ സുജൂദിന്റെ മഹല്ലിലേക്കല്ലേ നോക്കേണ്ടത്, സുജൂദിന്റെ സ്ഥാനത്തേക്കല്ലാതെ നോക്കേണ്ട ഒരു സന്ദർഭം ഇന്ദ ഹംസത്തി ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിടത്ത ഇല്ലല്ലാഹുവിന്റെ ഹംസ ഉച്ചരിക്കുന്ന സമയത്ത് മുസബ്ബിഹ് അവരിൽ ഒന്ന് പതുക്കെ ഉയർത്തണം. ലെവലായിട്ട് ഉയർത്തല്ല, മേലോട്ട് ഇങ്ങനെ ഉയർത്തല്ല, ഒന്ന് പതുക്കെ ഉയർത്തിയിട്ട് ആ ഉയർത്തിയതിലേക്കുള്ള നോട്ടം സലാം വീട്ടുന്ന സമയം വരെ ദായിമാക്കണം. ഉയർത്തലും ദായിമാക്കണം, നോട്ടവും ദായിമാക്കണം. രണ്ടും പതിവാക്കൽ സുന്നത്താണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നു. ചില ആളുകൾക്ക് കുറെ നേരം പൊക്കിക്കൂടാ, ഒരു സിഗ്നൽ നൽകുമല്ലോ, ഇങ്ങനെ പൊക്കിയിട്ട് പിന്നെ താഴ്ത്താൻ പാടില്ല. പൊക്കി അങ്ങനെ നിർത്തൽ സുന്നത്താണ്. പൊക്കി നിർത്തുമ്പോ അങ്ങനെ ഒരു ബെല്ലടിക്കും പോലെ കൈവരലെങ്ങനെ ആട്ടി അനക്കി ഒരു കളി രൂപത്തിലാക്കണ്ട, ഒരേ എവിടെയെങ്കിലും ഹദീസ് ഇങ്ങനെ വായിക്കുമ്പോ അപ്പൊ എവിടെയെങ്കിലുമൊക്കെ കാണൂ ഹറക്ക എന്ന് കാണും. ഈ വിഷയം പറഞ്ഞെടുത്ത് ഹറക്ക എന്ന് പറഞ്ഞതിന്റെ അവിടുത്തെ അർത്ഥം നേരത്തെ നിശ്ചലമായി നിന്ന വിരല് ഒന്ന് അനക്കിയിട്ടൊന്ന് ഉയർത്തിയെന്ന, അല്ലാതെ അതിങ്ങനെ ഇളക്കിന്നല്ല അതിന്റെ അർത്ഥം. ആവർത്തിച്ച് ഇളക്കിന്നല്ല, അതൊരു കളി രൂപത്തിലേക്കുള്ളത്. ഒരേ കേന്ദ്ര ബിന്ദുവിലേക്ക് അള്ളാഹുവിലേക്കുള്ള ഓർമ്മ, അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്കുള്ള ഓർമ്മ മനുഷ്യന്റെ നാവിലും അവന്റെ ഖൽബിലും അവന്റെ പ്രവർത്തനത്തിലും ഒരുപോലെ ആയിത്തീരുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദർഭമാണ്. അല്ലാത്ത മുഴുവൻ സന്ദർഭങ്ങളിലും സുജൂദിന്റെ മഹല്ലിലേക്ക് നോക്കണം. വേറെ അങ്ങോട്ട് നോക്കാൻ പാടില്ല. നോക്കാവുന്ന തരത്തിൽ ഫിനിഷിംഗ് വർക്ക് പോലും നടത്താൻ പാടില്ല. ഇപ്പോഴൊക്കെ അങ്ങനെയാണ്. പറഞ്ഞാൽ ഒറ്റപ്പെടുമെന്ന് അറിയില്ല, എന്നാലും പറയാം. ഇപ്പോഴൊക്കെ പള്ളി എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് നമ്മളെ ചെറുപ്പത്തിലൊക്കെ ഓത്തുപള്ളിയിൽ ഓതിപ്പടിച്ച ഉപ്പമാർ അങ്ങനെയാണ്. പക്ഷെ അവർക്ക് നല്ല കടികട്ടിയുള്ള ഈമാനാണ്. അവരെ ഒരു കാശതമാനം ഈമാൻ കിട്ടിയെങ്കിൽ നമ്മള് സലാമത്തായി. അത്രയും നല്ല അമലുമാണ്. അവര് പള്ളിയുടെ ജനല് വെച്ച ആ ഗ്രില്ലിന്റെ അവിടെ ഭാഗത്ത് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എഴുതാൻ പോലും ഒന്ന് വേറെ ഒന്നുകൊണ്ട് ഫിറ്റ് ചെയ്ത് അവിടെ ഒട്ടിച്ചു വെക്കാൻ പോലും അവര് വേണ്ടാന്ന് പറയും. എന്താ വേണ്ടാന്ന് പറയാൻ കാരണം? ദിക്റിന് പരിശുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ല, ഈ നിസ്കരിക്കുന്ന ആളുടെ നോട്ടം അതിലേക്കായി പോകരുത് എന്ന് കരുതി. എത്ര പറഞ്ഞാലും ആളുകൾ കേൾക്കൂല. പുതിയ പള്ളി എടുക്കുകയാണെങ്കിൽ അവിടെ മിഹ്റാബിന്റെ അവിടെ അങ്ങോട്ട് ചൊങ്കും ചൊറുക്കും കൂട്ടിയിട്ട് ഒരു പാലസാക്കും. അങ്ങോട്ട് ആ ഭാഗത്ത് ശ്രദ്ധ തെറ്റിപ്പോകുന്ന രീതിയിലുള്ള ഒന്നും വെക്കരുത്. ചില സ്ഥലങ്ങളിൽ നോക്ക് നിങ്ങള്, ഈ മിന്നുന്ന ക്ലോക്ക് പോലും അവിടെ വെക്കൂല. ചില സ്ഥലത്ത് അത് സൈഡിൽ എവിടെയെങ്കിലും കൊണ്ടുവെക്കും. തിരിഞ്ഞു നോക്കൂലല്ലോ, നേരിട്ട് നോക്കുമ്പോ ഇങ്ങനെ തല പൊക്കുമ്പോ ഇങ്ങനെ കാണുമ്പോ അവനെ വരി വരിയായിട്ട് വായിക്കും. ഉദുറിന്റെ എമായത്തപ്പയാണ്, അസറിന്റെ എമായത്തപ്പയാണ്, ഉദയ എപ്പയാണ്, വരി വരിയായിട്ട് ഇങ്ങനെ വായിക്കും. അങ്ങനെ വായിക്കാനുള്ളൊരു സാഹചര്യം അവിടെ സൃഷ്ടിക്കാൻ പാടില്ല. അത് വേറൊരു വിഷയം.
നോക്കുന്ന ആളോട് ഗൗരവത്തോടെ തങ്ങൾ പറഞ്ഞുല്ലേ സുജൂദിൽ നിന്ന് കണ്ണിന്റെ നോട്ടം തെറ്റിയിട്ട് മേലോട്ട് നോക്കുന്നത് അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ അവരുടെ കണ്ണുകൾ പീതെടുക്കപ്പെടണം. മലക്കുകളോ മറ്റോ അവരെ കഴുത് പീതെടുത്ത് കൊണ്ടുപോകണം. കണ്ണുകൾ റാഞ്ചിയെടുത്ത് കൊണ്ടുപോകണം. ഇത്രയും വലിയ ഗൗരവത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയത്. അങ്ങനെ നോക്കുന്ന ചില ആളുകളെ തങ്ങൾ കണ്ടിട്ടാണ്. പക്ഷെ അവിടെ പേര് പറയാതെ വിഷയം പറഞ്ഞിട്ട് കാര്യം ഓർമ്മപ്പെടുത്തിയിട്ട് അവരതിൽ നിന്ന് മാറ്റിയതാണ്. ഓ സഹോദരന്മാരെ, അങ്ങനെയും ഉപദേശത്തിന്റെ ശൈലിയുണ്ട്. ഇരിക്കട്ടെ, ഒരു ഉപദേശത്തിനും നിൽക്കാതെ നാട്ടിൽ തഴച്ചു വളരുന്ന തിന്മയോട് എല്ലാവരും ഒരുപോലെ സഹകരിച്ചു. നന്മ കൽപ്പിക്കുന്നിടത്ത് എല്ലാവരും പിന്തിരിഞ്ഞുപോയി. അപ്പോഴാണ് ആ നാട്ടുകാരെ മൊത്തം അല്ലാഹു തആല നശിപ്പിച്ചത് എന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മറുപടി പറഞ്ഞപ്പോൾ അംറും ബിൽ മഅറൂഫ് വനഹിയുൻ അനിൽ മുൻകർ, അത് ഓരോ വിശ്വാസിക്കും ബാധ്യതപ്പെട്ട വിഷയമാണ്. മൊത്തത്തിലൊരു ബാധ്യത വേറെയുണ്ട്. ഓരോരുത്തർക്കും അതിന് നിശ്ചിതമായ ചില കടപ്പാടുകൾ, ബാധ്യതകളുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ടവരോട് നിർവഹിക്കേണ്ടവരാണ്. നമുക്ക് നിർവഹിക്കാൻ നമ്മുടെ കീഴിൽ ഉള്ള ആളുകളും അതുപോലെ തന്നെ നമ്മുടെ ചുമതലയിലുമുള്ള ആളുകളും ഉണ്ട്. എല്ലാവരും അവരവരെ ചുമതലയിലുള്ള ആളുകളോട് കാര്യങ്ങൾ ഉപദേശിക്കുകയാണെങ്കിൽ എത്ര എളുപ്പമാണ്. സഹോദരങ്ങളെ, അതൊരു ബാധ്യത തന്നെയാണ്. പേരിന് വേണ്ടിയോ പെരുമക്ക് വേണ്ടിയോ പറയാനുള്ളതല്ല. അങ്ങനെ ഈ ഉപദേശങ്ങൾ, ഈ വഅളുകളും ഉപദേശങ്ങളും ഓർമ്മപ്പെടുത്തലുകളും ഇങ്ങനെ തുടർന്നു പോകുന്നതിന്റെ പിന്നിൽ അങ്ങനെ കൂടി ഒരു കാര്യമുണ്ട്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, ഉപദേശങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തിയിട്ട് ജീവിതത്തിന് ശരിയായ നിലക്കുള്ള നല്ല മാറ്റം ഉണ്ടാക്കിയെടുത്താൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല മാറ്റമുള്ള പദവി തരും. അങ്ങനെയാണല്ലോ ജീവിതത്തിന്റെ ശൈലി ഒരാള് മാറ്റിയിട്ട് അയാള് നന്നാകണം എന്ന രീതിയിൽ സുഹൃത്തുക്കളുമായി മുന്നോട്ട് പോയാൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. നന്നാകണമെന്ന തീരുമാനത്തോടെ ഒരാള് കഴിഞ്ഞ കാല ജീവിതത്തിൽ നിന്ന് മടങ്ങി വൈകല്യങ്ങളെല്ലാം അയാള് മാറ്റി, എന്നിട്ട് വഅമില അമലൻ സ്വാലിഹൻ, സൽക്കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങി. ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. തിന്മകളെ അള്ളാഹു നന്മകളാക്കി പകരം കൊടുക്കും എന്ന് പറഞ്ഞെടുത്ത് പണ്ഡിതന്മാര് വിശദീകരിച്ചു. എത്ര തിന്മകൾ അയാളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടോ അതിനു പകരം വലിയ വലിയ നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകും. അല്ലെങ്കിൽ ചെയ്ത തിന്മകളെ മുഴുവനും അയാളുടെ കിതാബിൽ നിന്ന് മായ്ക്കപ്പെടാൻ പാകത്തിൽ നല്ല സ്വീകാര്യയോഗ്യമായ നന്മകൾക്ക് അള്ളാഹു അവസരം നൽകിയിട്ട് പാരത്രിക ലോകത്തെത്തുമ്പോൾ നേരത്തെ ചെയ്തിരുന്ന തിന്മകളുടെ സ്ഥാനത്തുകൂടി നന്മകൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു. പിന്നീട് മറിച്ചു നോക്കുമ്പോ തിന്മകളില്ല, നന്മകൾ മാത്രമേ ഉള്ളൂ. ജീവിതം മാറ്റാൻ ഉദ്ദേശിക്കുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല തരുന്ന വലിയ മാറ്റമാണ്. അതേ സമയത്ത് അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത മാർഗത്തിലൂടെ അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിച്ചുകൊണ്ടാണോ പരിവർത്തനം വരുത്തുന്നത്, റബ്ബ് സുബ്ഹാനഹു വ തആല നേരെ തിരിച്ചായിരിക്കും മാറ്റം വരുത്തുന്നത്. നമ്മൾ എങ്ങനെയാ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നത്, അതേ രൂപത്തിലല്ലേ അല്ലാഹു തആലയും ബാക്കിയുള്ള കാര്യങ്ങൾ പൂരിപ്പിക്കുന്നത്. നമുക്ക് എല്ലാ വിഷയങ്ങൾക്കുമുള്ള വേദി അല്ലാഹു തുറന്നു തന്നിട്ടുണ്ട് എന്ന് വിചാരിച്ച് ഇഷ്ടം പോലെ ഓരോ വഴിക്കും നീങ്ങാൻ പറ്റൂല. ذلك بأن الله لم يكن مغيرا نعمة أنعمها على قوم حتى يغيروا ما بأنفسهم. അല്ലാഹു തആല പറഞ്ഞല്ലോ, ഒരു ഖൗമിന്, ഒരു സമൂഹത്തിന് അല്ലാഹു നൽകിയ അനുഗ്രഹം അല്ലാഹു അത് എടുത്തു മാറ്റുകയില്ല. അവർ അവരിലുള്ള
ഇടപാടിലുള്ള ഓരോ വിഷയങ്ങൾ എടുത്തു മാറ്റുന്നത് വരെ ചില ആളുകൾ ചില തീരുമാനങ്ങൾ മാറ്റുമ്പോ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തന്നെ മാറിപ്പോകും. ബനൂ ഇസ്രായേൽ എന്ന് പറയുന്ന വലിയൊരു സമൂഹം ഇവിടെ ജീവിച്ചിരുന്നു. അവരോട് അല്ലാഹു തആല അവർക്ക് വലിയൊരു അനുഗ്രഹം അല്ലാഹു കൊടുത്തിരുന്നു. ഓരോ സമയങ്ങളിലും അല്ലാഹു തആല അവർക്ക് നിശ്ചയിച്ച സമയം കണക്കാക്കി കട്ടിത്തേനും കാടപ്പക്ഷിയും അല്ലാഹു ഇറക്കി കൊടുത്തിരുന്നു. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത നല്ല ഭക്ഷണം, ബില്ലൊന്നും അടക്കേണ്ടതില്ല, ഇരുന്നങ്ങ് ഭക്ഷിച്ചാൽ മതി. നല്ല കട്ടിത്തേനും കാടപ്പക്ഷിയുമല്ലേ ഇറക്കി കൊടുത്തത്. പക്ഷെ അള്ളാഹുവിന്റെ നിർദ്ദേശം അവർക്കുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എടുത്തു വെക്കരുത്. ആവശ്യമുള്ളവർക്കത് നൽകണം. മറ്റുള്ളവരിലേക്ക് അത് കൊടുത്ത് നിങ്ങൾ സഹകരിക്കണം. ഒരിക്കലും നിങ്ങളത് സൂക്ഷിച്ചു വെക്കരുത്, എടുത്തു വെക്കരുത്. അള്ളാഹു അവരോടൊരു ആജ്ഞ പുറപ്പെടുവിച്ചപ്പോൾ പലരും അത് കേൾക്കാതെ വന്നപ്പോൾ, സഹോദരങ്ങളെ, നമ്മുടെ നാട്ടില് മാംസത്തിന് ദീർഘായുസ് കുറഞ്ഞു. എങ്ങനെയാ? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൗലാ ബനൂ ഇസ്രായീൽ, ബനൂ ഇസ്രായീൽ എന്ന് പറയുന്ന ഒരു ടീം ലോകത്തില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ലം യദ്ഖിറിൽ ലഹ്മു, ലഹ്മ് കേടുവരൂലായിരുന്നു. ഇറച്ചി ഒന്ന് എടുത്തു വെച്ച് നോക്കൂ നിങ്ങളൊരു പാത്രത്തിൽ. അതിന്റെ വാസനയും അതിന്റെ നിറവും കാര്യങ്ങളൊക്കെ മാറി. അത് ഇപ്പൊ ഒരു ഫ്രിഡ്ജിൽ വെച്ചാലും കുറച്ചൊക്കെ ഒരു കാലാവധി ഉണ്ട്. ആ കാലാവധി വരെ അത് സൂക്ഷിക്കും. അല്ലെങ്കിൽ എത്ര കാലം അങ്ങനെ കഷ്ണം കഷ്ണമായി ഭാഗിച്ച് മുറിച്ച് ഭക്ഷിക്കാമായിരുന്നു. പക്ഷെ അവര് സൂക്ഷിക്കണ്ട എന്ന് പറഞ്ഞ സംഗതി സൂക്ഷിച്ചപ്പോ അല്ലാഹു തആല മാറ്റം കൊടുത്തു. എല്ലാം അങ്ങനെയല്ലേ അല്ലാഹു തആല അവർക്ക് മാറ്റം കൊടുത്തത്. പറഞ്ഞ കാര്യങ്ങൾക്ക് നേരെ എതിര് ചെയ്തപ്പോ അല്ലാഹു തആല മാറ്റം കൊടുത്തു. തീഹി എന്ന് പറയുന്ന ഒരു മരുഭൂമിയിൽ സ്വേച്ഛാധിപതികളായ അതിക്രമികളായ കുറച്ച് ആളുകളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി നിങ്ങൾ പോകണം എന്ന് സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് നല്ല ആരോഗ്യവും നല്ല പുഷ്ടിയൊക്കെ പ്രാപിച്ച ഈ വിഭാഗത്തോട് അല്ലാഹു കൽപ്പിച്ചപ്പോ അവര് മനസ്സോടെ അതിന് സമ്മതിച്ചു. പക്ഷെ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, വദ്ഖുലുൽ ബാബ സുജ്ജദൻ വഖൂലു ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും ഖതായാകും. അല്ലാഹു തആല പറഞ്ഞ രൂപത്തിൽ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഗ്രഹങ്ങളൊക്കെ കിട്ടും. എന്താ അല്ലാഹു പറഞ്ഞത്? ആ നാട്ടിലേക്ക് പോകുമ്പോ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിലൂടെ നിങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കുമ്പോ വളരെ വിനയത്തോടെ ഒന്ന് കുനിഞ്ഞ്, നെറ്റി വെച്ചുകൊണ്ടല്ലോ ഒന്ന് കുനിഞ്ഞിട്ട് അള്ളാഹുവിനൊരു അഭിവാദ്യം എന്ന് കരുതിക്കൊണ്ട് തസ്ബീഹ് ചൊല്ലി അങ്ങോട്ട് കിടക്കാൻ. അങ്ങനെ കിടക്കുന്ന സമയത്ത് നിങ്ങൾ പറയണം ഹിത്തത്തുൻ. ഒരു വാക്കാണ്, ഒരു തസ്ബീഹിന്റെ അർത്ഥം വരുന്ന ഒരു വാക്കാണത്. ഹിത്തത്തുൻ, പാപങ്ങൾ കുറച്ചുകൊണ്ട് അല്ലാഹ്, ഞങ്ങളെ വൈകല്യങ്ങളൊക്കെ നീ താഴ്ത്തിക്കൊണ്ട് അല്ലാഹ് എന്ന ഒരു പദപ്രയോഗം നടത്താനാണ് അവരോട് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നഗ്ഫിർ ലക്കും ഖതായാകും, നിങ്ങളുടെ വൈകല്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാപ്പാക്കി തരും. പക്ഷേ കൽപ്പിച്ചതിന് നേരെ കടകവിരുദ്ധമായി ചെയ്തു. ഫബദ്ദലല്ലദീന ളലമൂ, അക്രമികളായ ആ സമൂഹം അവരോട് പറഞ്ഞത് മാറ്റിയിട്ട് സഹോദരങ്ങളെ അവരെന്ത് ചെയ്തു? അവരോട് പ്രവേശിക്കാൻ പറഞ്ഞത് നേരെ തലകുനിച്ചുകൊണ്ട് ഒരു റുക്കൂഇന്റെ രൂപത്തിലല്ലേ, നേരെ തിരിഞ്ഞു നിന്ന് എന്നിട്ട് പിൻഭാഗം അങ്ങോട്ടാക്കിയിട്ട് നമ്മളിങ്ങനെ കുനിഞ്ഞു നിന്നിട്ട് റിവേഴ്സ് അടിക്കും പോലെ പിൻഭാഗം അങ്ങോട്ട് തിരിച്ചു വെച്ചുകൊണ്ടാണ് അവർ കടന്നത്. അതേ ബാക്ക് ഭാഗം, ബാക്ക് ഷീറ്റിന്റെ ഭാഗം കുനിഞ്ഞു നിന്നിട്ട് അത് അങ്ങോട്ടാക്കി തുടക്കം തന്നെ. എന്നിട്ട് ഇങ്ങനെ പതുക്കെ ബാക്കോട്ടാണ് അവര് പോയത്.
ഹിത്വത്തുൻ എന്ന തസ്ബീഹിന്റെ അർത്ഥം വരുന്ന, ഇസ്തിഗ്ഫാറിന്റെ അർത്ഥം വരുന്ന വാക്ക് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഹബ്ബത്തുൻ ഫീ ശഅറത്തിൻ, ഹബ്ബത്തുൻ ഫീ ശഅറത്തിൻ. ഓരോ കതിരിലും ഞങ്ങൾക്ക് ഓരോ ധാന്യം വേണം, ഞങ്ങൾക്ക് ഓരോ കതിരിലും ഓരോ ധാന്യം. സുബ്ഹാനല്ലാഹ്. ഹിത്തത്തുൻ എന്ന വാക്ക് പറയാൻ പറഞ്ഞപ്പോ അത് മാറ്റിമറിച്ചു. ഫഅൻസൽനാ അലൈഹിം റിജ്സൻ മിനസ് സമാഇ ബിമാ കാനൂ യഫ്സുഖൂൻ. പറഞ്ഞതിന് നേരെ എതിര് ചെയ്തപ്പോ മേൽഭാഗത്ത് നിന്ന് നമ്മൾ അവരെ മേൽ ശിക്ഷ ഇറക്കി, അവർക്ക് കടുത്ത ശിക്ഷ കൊടുത്തിട്ട് അല്ലാഹു തആല പരീക്ഷിച്ചു. പറഞ്ഞത് അനുസരിക്കുക എന്നതാണല്ലോ നമ്മുടെ മാർഗം. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ആവുന്നിടത്തോളം അനുസരിക്കണം. അതിന് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നു, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ. ഈമാനുള്ളവരെ, നിങ്ങൾ പൂർണ്ണമായും ഇസ്ലാമിലേക്ക് വരൂ, പൂർണ്ണമായും ഇസ്ലാമിലേക്ക് വരൂ. ഇസ്ലാമിയത്ത് നമ്മളിൽ പൂർണ്ണമാകാനാണ് അല്ലാഹുവിന്റെ കൽപ്പന. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. എല്ലാ തലങ്ങളിലും ഇസ്ലാമിയത്ത് വേണം. ചലനങ്ങളിലും നിശ്ചലനങ്ങളിലും ഇസ്ലാമിന്റെ സ്വഭാവം വേണം. വെറും ഇസ്ലാമിന്റെ സ്വഭാവമായ ഒരു നിസ്കാരത്തിൽ മാത്രം കേന്ദ്രീകരിക്കരുത്. പിന്നെയോ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ ഇസ്ലാം അനുഷ്ഠിച്ച് ജീവിക്കണം. ഞാനും നിങ്ങളും കിടന്നുറങ്ങുമ്പോ അവിടെ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്ന വ്യത്യസ്ത ശൈലിയുണ്ട്. ഒന്നാമതായിട്ട് പൂർണ്ണമായ ഒരു ഉളു എടുക്കാനാണ്. പൂർണ്ണമായി ദിക്റൊക്കെ ചൊല്ലിയിട്ടുള്ള ഉളു ഇല്ലേ, മിസ്വാക്കൊക്കെ ചെയ്തിട്ടുള്ള ഉളു ഇല്ലേ, പൂർണ്ണമായൊരു ഉളു എടുക്കാനാണ്. ചിലര് ഉറങ്ങാൻ പോകുമ്പോ ഒന്ന് ബ്രഷ് ചെയ്ത് മാത്രം വരും, അതിലൊതുക്കരുത്. അത് ഇസ്ലാം പൂർണ്ണമായിട്ടില്ല. പൂർണ്ണമായിട്ടൊരു ഉളു എടുക്കണം മിസ്വാക്ക് ചെയ്തിട്ട്. ശേഷമോ സഹോദരങ്ങളെ, കിടക്കാൻ പോകുന്ന സ്ഥലം, വിരിപ്പ്, അതൊന്നെടുത്ത് തട്ടിക്കൊട്ടണം 3 പ്രാവശ്യം. പുതപ്പും കൊടയണം 3 പ്രാവശ്യം. കിടക്കുന്ന സ്ഥലം നല്ല വൃത്തിയുള്ള സ്ഥലമാകണം. നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. സുബ്ഹാനല്ലാഹ്. കിടക്കാനുള്ള സമയത്ത് ചൊല്ലേണ്ട ദിക്റുകൾ ശരീരം സമർപ്പിക്കുന്നതിന്റെ മുമ്പ്, കട്ടിലിലേക്ക് പായയിലേക്ക് വെക്കുന്നതിന്റെ മുമ്പ് ചൊല്ലുന്ന ദിക്റുകളൊക്കെ ചൊല്ലണം. അതേ കിടന്നതിന് ശേഷം ചൊല്ലാനുള്ള ദിക്റുകളും ചൊല്ലണം. കിടന്നതിന് ശേഷം ചൊല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത 100 ദിക്റില്ലയോ, ആ ദിക്റുകൾ അടക്കം എല്ലാ ദിക്റുകളും ചൊല്ലണം. ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ മാത്രം ഒതുക്കരുത്. കഴിവിന്റെ പരമാവധി ഇതൊക്കെ ഇനി എന്നാ നമ്മൾ ചൊല്ലുന്നത്? രോഗമായിട്ട് ആർക്കും വേണ്ടാതെ കിടക്കുന്ന നേരത്തോ അന്ന് ചൊല്ലിയാൽ പോരാ. ആരോഗ്യവാന്മാരാകുന്ന സമയത്ത് തന്നെ ചൊല്ലി ശീലമാക്കണം. അങ്ങനെ കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യൻ കിടക്കേണ്ട രൂപം എങ്ങനെയാണ്? ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവന് കമീന്ന് കിടക്കാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ സംസ്കാരത്തോട് യോജിച്ചതല്ല. കമീന്നുള്ള കിടത്തമല്ലല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് ആരോഗ്യത്തിന് വളരെയധികം ക്ഷീണം പറ്റുന്ന ഒരു കിടത്തമാണ്. പിന്നെ കിടക്കേണ്ടത് വലത്തെ ഭാഗത്തേക്കാണ് കിടക്കേണ്ടത്. വലത്തെ ഭാഗം ഖിബിലയിലേക്ക് ചെരിച്ചു വെച്ച് സാധാരണ കബറിൽ കൊണ്ടുപോയി കിടത്താറില്ലേ, അതേ പരുവത്തിലാണ് കിടക്കുന്ന ആളും കിടക്കേണ്ടത്. വലത്തെ കൈ വലത്തെ കവിളിന്റെ ചുവട്ടിൽ വെക്കണം. തുടക്കത്തിൽ അങ്ങനെ വെച്ച് കിടക്കണം. പിന്നീട് ഒരു പക്ഷേ പല ഭാഗത്തേക്കും അത് മാറിയേക്കും. ഇടത്തെ കയ്യതാ നമ്മുടെ ശരീരത്തിന്റെ മേൽഭാഗത്ത്, ഇടത്തെ ഭാഗത്ത് പൊങ്ങി നിൽക്കുന്ന ഭാഗത്ത് മേൽഭാഗത്ത് വെക്കണം. അങ്ങനെ 2 കാലും അങ്ങോട്ട് നീട്ടിയിട്ട് ചൊല്ലേണ്ട ദിക്ർ ചൊല്ലിയിട്ട് ഒരാൾ കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്.
ഈ കിടക്കുന്ന ആള് കിടക്കുന്നതിന്റെ മുമ്പ് തന്നെ എഴുന്നേൽക്കാനുള്ള ദിക്റ് ചൊല്ലണം. രാവിലെ എഴുന്നേറ്റിട്ട് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാനുള്ള ദിക്റ് ചൊല്ലണം. എല്ലാ ദിക്റുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് ഒരാൾ അങ്ങനെ കിടക്കുകയാണ്. അതേ ആയത്തുൽ കുർസിയും ആമന റസൂലും ഒക്കെ അപ്പ ചൊല്ലാൻ പഠിപ്പിച്ച ദിക്റ് തന്നെയാണ്. ഈ ചൊല്ലി അങ്ങനെ കിടക്കുന്ന മനുഷ്യൻ അയാള് എഴുന്നേറ്റു, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു, ശേഷം അയാളുടെ സുബ്ഹി നിസ്കാരത്തിലേക്കും മറ്റുമൊക്കെ പ്രവേശിക്കാൻ പോകുമ്പോ ആദ്യം തന്നെ അയാള് എഴുന്നേറ്റ ഉടനെ തന്നെ രണ്ട് മുൻകൈയും കഴുകണം, വായിൽ വെള്ളം കൊപ്പിളിക്കണം, മുഖം നന്നായി കഴുകണം. കഴുകിയതിനു ശേഷമാണ് സുഹൃത്തെ നീ മൂത്രമൊഴിക്കാൻ പോകേണ്ടത്, അല്ലെങ്കിൽ വിസർജനത്തിന് വേണ്ടി പോകേണ്ടത്. ആദ്യം തന്നെ പോയി മൂത്രമൊഴിക്കാനിരിക്കരുത്. ആദ്യം ചെയ്യേണ്ട സുന്നത്താണ് ദിക്റ് ചൊല്ലിയിട്ടല്ലേ എഴുന്നേറ്റിരിക്കുന്നത്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ശേഷം എഴുന്നേറ്റുകൊണ്ട് രണ്ട് മുൻകൈ 3 പ്രാവശ്യം കഴുകണം. അതേ കുട്ടികളെ കൊണ്ട് തന്നെ നമ്മൾ തുടക്കത്തിൽ എങ്ങനെ ശീലമാക്കണം. എഴുന്നേറ്റ ഉടനെ തന്നെ ഉമ്മമാരൊക്കെ പറയും, മോളെ വേഗം പോയി മൂത്രമൊഴിച്ചു വാ, മോനെ വേഗം പോയി മൂത്രമൊഴിച്ചു വാ. അത് പറയാൻ ആർക്കൊരു കുറവുണ്ടാവും. ഒരു കുട്ടി എഴുന്നേറ്റ് അപ്പ പറയും, മോനെ പോയി മൂത്രമൊഴിച്ചു, മോളെ പോയി മൂത്രമൊഴിച്ചു. നിങ്ങൾ എവിടെ നിന്ന് കേട്ടണം? മോനെ പോയി രണ്ട് കൈയൊന്ന് കഴുകിയിട്ട് ഒന്ന് കൊപ്പിളിച്ച് 3 പ്രാവശ്യം ഒന്ന് മോൻ കഴുകി കിട്ടണ. നാളെ മുതൽ അങ്ങനെ ആകണം. എണീറ്റോടനെ തന്നെ പോയി മൂത്രിക്കാൻ പറയില്ല വേണ്ടത്. എണീറ്റ് ആ കുട്ടി എഴുന്നേൽക്കുമ്പോ തന്നെ ഉമ്മയോ ഉപ്പയോ ചൊല്ല അൽഹംദുലില്ലാഹ് എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ പതുക്കൊന്നിങ്ങനെ എണീറ്റ് ആ മദ്രസ പോകാനൊക്കെ നേരായി അങ്ങനെ പതുക്കെ 1-ാം ക്ലാസ്സിലെ കുട്ടീനല്ലേ ഇങ്ങനെ പതുക്കെ അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറഞ്ഞ് എണീറ്റ് അതിനെ എഴുന്നേൽപ്പിച്ച ഉടനെ തന്നെ 2 കൈയാണ് ആദ്യം കഴുകേണ്ടത്. കൊപ്പിളിക്കണം 3 പ്രാവശ്യം, മുഖം കഴുകണം 3 പ്രാവശ്യം. ഇത് ഉളൂയുമായി ബന്ധപ്പെട്ടതല്ല, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ സുന്നത്തുകളാണ്. നമ്മളിലും കുറെ ആൾക്കാർ ഇതിങ്ങനെ ശീലാക്കാത്തുണ്ട്. വാതിലടച്ചാൽ നല്ല സുഖല്ലേ ഇരുന്നങ്ങനെ ഉറങ്ങാനും, മൂത്രം ഒരു ഭാഗത്ത് അങ്ങനെ പോവുകയും ചെയ്യും, ഒരു ഭാഗത്ത് അങ്ങനെ ഇരുന്ന് ഉറങ്ങും ചെയ്യാം. പിന്നെ കസേര മോഡല് മൂത്രമൊക്കെ ഉള്ളതാണ്, പിന്നെ പറയും വേണ്ട. അങ്ങനെയുണ്ടല്ലോ പിന്നെ പ്രത്യേകം ഇരുന്നിട്ട് സ്റ്റൂള് പോലെയുള്ള മൂത്രയ്ക്കാൻ പറ്റുന്ന ഉപകരണമാണെങ്കിൽ എന്നാ പിന്നെ ചാരി ഇരിക്കുകയും ചെയ്യാം, സുഖാണല്ലോ. വീഴുന്ന പേടിയൊന്നുമില്ലല്ലോ. അവിടെ ഇരുന്ന് വിശ്രമിക്കേണ്ട സ്ഥലം അല്ല അത്. ഇരിക്കേണ്ട രൂപത്തിൽ ഇരുന്നിട്ട് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കി പോരേണ്ട സ്ഥലമാണ്. പക്ഷെ അതിനു മുമ്പ് 2 കൈയും കഴുകണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദസ്തൈഖല അഹദുകും മിൻ നൗമിഹി, നിങ്ങളിൽ ഒരാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ അവന്റെ കൈ 3 പ്രാവശ്യം കഴുകണം. ഫഇന്നഹു ലാ യദ്രി ഐന ബാതത് യദാഹ്. 2 കൈയും എവിടെയാണ് രാത്രി രാപ്പാർത്തത് എന്ന് ആർക്കും അറിയില്ല. അറിയോ? അറിയില്ല. ഇനി അങ്ങനെ ഒരാൾ വാദിക്കുകയാണെങ്കിൽ അപ്പുറത്തുനിന്ന് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്താൽ മതി. എവിടെയെല്ലാം ശരീരത്തിന്റെ ചുക്കിച്ചുളിഞ്ഞ ഭാഗങ്ങളുണ്ടോ അവിടെയെല്ലാം നമ്മുടെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായി. നമ്മളെ കൈ ചൊറിയാത്തൊരു സ്ഥലം ഉണ്ടാകൂല. ചൊറിഞ്ഞിട്ടും ഈ ഉറക്കിനൊരു കുഴപ്പം വരാത്തതോ അല്ലാഹു തആല നമ്മുടെ ശരീരത്തിന് തന്നൊരു സംവിധാനം അങ്ങനെ അതുകൊണ്ടാ ശരീരത്തിന് ഒരു സുഖം തന്നോണം. അതുകൊണ്ട് അല്ല, ചെറിയൊരു അനക്കത്തിന് തന്നെ നമ്മൾ ഉണരുകയാണെങ്കിൽ പിന്നെ ഉറക്കം ക്ലിയർ ആവും? ഇല്ല. ഒരു ഭാഗത്ത് അങ്ങനെ ഉറങ്ങുന്നുണ്ട്, വേറെ ഒരു ഭാഗത്ത് അങ്ങനെ മാന്തി ചൊറിയുന്നുണ്ട്. ചിലരങ്ങനെ തലയിന്ന് പരമാവധി ഫാൻ എടുക്കാൻ നോക്കുന്നുണ്ട്, കിട്ടുന്നില്ല. ചിലര് വേറെ പല ഭാഗത്തും അങ്ങനെ സ്പർശിക്കുന്നുണ്ട്. എല്ലാം കൂടി നോക്കുമ്പോ സഹോദരങ്ങളെ സഹോദരിമാരെ അസ്പൃശ്യതകൾ കൈകളിൽ ഉണ്ട്. ആ അസ്പൃശ്യതയുള്ള കൈ കൊണ്ടാകരുത്. ആദ്യമായിട്ട് തന്നെ നിന്റെ ശരീരത്തിൽ നിന്ന് സ്വകാര്യ അവയവങ്ങൾ നീ പിടിച്ച് കഴുകുന്നത് ഈ പലതും തൊട്ടുരുമ്മീറ്റ് അതൊക്കെ പറ്റിപ്പിടിച്ച കൈകൊണ്ടാകരുത്. നല്ല വൃത്തിയുള്ള കൈകൊണ്ടാകണം വൃത്തിയാക്കേണ്ടത്.
അതിനാണ് 2 കൈയും ആദ്യം 3 പ്രാവശ്യം കഴുകണമെന്ന് പറയുന്നത്. വായ കൊപ്പിളിക്കണം. അതുപോലെ തന്നെ മുഖം കഴുകിയിട്ട് നല്ല ഉണർവോടെ ഇരുന്ന് മൂത്രമൊഴിക്കണം. നജസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നുകൂടാ. ഇങ്ങനെ മൂത്രമൊഴിച്ചിട്ട് പിന്നീട് ശേഷം വുളൂഇന് വേണ്ടി വേറെ കഴുകണം. ഈ കഴുകുമ്പോഴൊക്കെ സഹോദരങ്ങളെ സുന്നത്ത് മനസ്സിൽ കരുതിയാൽ അത് വലിയ ഖൈറാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ ഉടനെ നിർവഹിച്ചതും നമ്മളോട് നിർവഹിക്കാൻ പറഞ്ഞതുമാണിത്. എഴുന്നേറ്റ ഉടനെ തന്നെ വേഗം പോയിട്ട് മൂത്രമൊഴിക്കാനോ വിസർജിക്കാനോ ഇരിക്കുന്നതിന് മുമ്പ് 2 കൈയും 3 പ്രാവശ്യം കഴുകി, വായിൽ വെള്ളം കൊപ്പിളിച്ച്, മുഖം 3 പ്രാവശ്യം കഴുകി, നല്ല വൃത്തിയോടെ ഉണർവോടെയാണ് പോയിരിക്കേണ്ടത്. എന്നാ പിന്നെ ആ ഇരുത്തത്തിൽ ഉറക്കം വരൂല, നജസ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിക്കുന്ന പ്രശ്നമില്ല. നല്ല കാര്യബോധത്തോടെ ഉണർവോടെ മൂത്രമൊഴിക്കാനും അത് വൃത്തിയാക്കാനും കഴിയും. നല്ല വൃത്തിയുള്ള കൈകൊണ്ട് ശുചീകരണം നടത്താൻ കഴിയും. അതേ സഹോദരങ്ങളെ, ശരീരത്തിന്റെ ഭാഗത്ത് ഇപ്പൊ സ്പർശിച്ചതും വൃത്തിയുള്ള കൈകൊണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോ പഴയ കാലത്ത് വേറെ പല വിഷയങ്ങളോടും എതിരി വിളിച്ച ആളുകൾ ഇതിനോടും എതിരി വിളിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിനെ അതിന്റെ ആത്മീയമായ വശം ഉൾക്കൊള്ളാനുള്ള കരുത്തില്ലാത്ത പലരും ഈ വിഷയത്തെ എതിർത്തിട്ടുണ്ട്. ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, പഴയ കാലത്തൊരു മനുഷ്യൻ അയാള് വാശി പിടിച്ചു പറഞ്ഞു, എന്റെ കൈ ഞാൻ കഴുകൂല, എന്റെ കൈ എവിടെയാണ് രാപ്പാർത്തത് എന്ന് എനിക്കറിയാം, ഞാനത് കഴുകൂല എന്ന് വാശി പിടിച്ചു. പറഞ്ഞ നേരെ പിറ്റേന്ന് തന്നെ ആ മനുഷ്യൻ എഴുന്നേറ്റ് നോക്കുമ്പോ എന്തിനോടാണ് ആ മനുഷ്യൻ എതിർപ്പ് പ്രകടിപ്പിച്ചത്? അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിനോടാണ്. അതിനെ എതിർക്കാൻ പാടില്ലല്ലോ. മുസ്ലിമായ ഒരു മനുഷ്യൻ അതിനെ അംഗീകരിക്കുകയല്ലേ വേണ്ടത്, ജീവിതത്തിൽ പകർത്തുകയല്ലേ വേണ്ടത്. അതിന് പകരം അതിനെ ചോദ്യം ചെയ്തിട്ട് അയാൾ പറഞ്ഞു, എന്റെ കൈ ഞാൻ കഴുകൂല, എവിടെ രാത്രി ആ കൈയുണ്ട് എന്ന് എനിക്കറിയാം. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ആ മനുഷ്യന്റെ 2 കൈയും പിൻഭാഗത്തെ ദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് അതാ വലിഞ്ഞു പോയിരിക്കുന്നു. കഫിന്റെ ഭാഗമടക്കം ഉള്ളിലേക്ക് പോയിരിക്കുന്നു. എന്തിനാണ് അള്ളാഹു ബോധ്യപ്പെടുത്തിയത് എന്നറിയോ? കഴുകേണ്ടതില്ല എന്നല്ലേ ഈ മനുഷ്യൻ പറഞ്ഞത്, അസ്പൃശ്യതകളൊന്നും ആകുന്നില്ല എന്നല്ലേ പറഞ്ഞത്. അവനങ്ങ് ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. ഇപ്പൊ കഴുകണോ കഴുകണ്ടേ എന്ന് തീരുമാനമായോ എന്ന് ചോദിക്കാനാണ്. ജനങ്ങളൊക്കെ പറഞ്ഞു, നീ ആ ഹദീസിനെ എതിർത്തില്ലേ, എന്റെ കൈ ഞാൻ കഴുകൂലെന്ന് നീ പറഞ്ഞില്ലേ, എന്റെ കൈ എവിടെയാണ് രാപ്പാർക്കുന്നത് എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ നീ പറയൂ കൈ കഴുകണോ കഴുകേണ്ടതില്ലയോ? സുബ്ഹാനല്ലാഹ്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ ആ സുന്നത്ത് അംഗീകരിച്ചാണ് നിർവഹിക്കേണ്ടത്. ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന നമ്മൾ പൂർണ്ണമായും ശുചീകരണം വരുത്തിയിട്ട് സഹോദരങ്ങളെ പിന്നീടതാ ഉളു എടുക്കാൻ വേണ്ടി പോകുന്നു. ഉളു എടുക്കാൻ പോകുമ്പോ അഊദും ബിസ്മിയും ചൊല്ലിയിട്ട് ഉളുവിന്റെ ദിക്റും ചൊല്ലിയിട്ട് മുൻകൈ കഴുകിയ ശേഷം നേരെ ചെയ്യേണ്ടത് മിസ്വാക്ക് ചെയ്യലാണ്. ഇപ്പോഴും എത്ര വാല് പറഞ്ഞു കൊടുത്താലും നമ്മളെ കൂട്ടത്തിൽ ആൾക്കാർ എന്താ ചെയ്യാന്നറിയാം, മിസ്വാക്ക് ആദ്യം ഇങ്ങനെ ചെയ്ത് റെഡിയാക്കി അവിടെ വെച്ച് പിന്നെ കാണാം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓരോരുത്തരും പരേ പോയി പറയേണ്ടി വരൂലേ ബിസ്മില്ലാ. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് തിരിയണ്ട, അങ്ങനെ തന്നെയല്ലേ ചെയ്യല്? എന്നാ നാളെ മുതൽ മാറ്റിക്കൊള്ളു. ഇതാപ്പ നമ്മളെ ഇസ്ലാമിയത്ത് പറഞ്ഞ് ഇത്രയും കാലം നമ്മൾ കൊണ്ടെടുക്കുന്ന ഇസ്ലാമിത. ഇസ്ലാം എങ്ങനെയാണോ അനുഷ്ഠിക്കാൻ പറഞ്ഞ ആദാബുകൾ അങ്ങനെ തന്നെ അനുഷ്ഠിക്കണം. നമുക്ക് തോന്നും പോലെയല്ല. ആളുകൾ ഇപ്പൊ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. മിസ്വാക്ക് ആദ്യം നല്ലോണം ചെയ്ത് ഒന്ന് മോക്കെ കൈകൊന്ന് മൂത്രച്ചെന്ന് പിന്നെ മിസ്വാക്ക് നല്ലോണം ചെയ്ത് പിന്നെ കാണാം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
അങ്ങനെയല്ല മിസ്വാക്ക് ചെയ്യേണ്ടത്. മിസ്വാക്ക് ചെയ്യേണ്ട സ്ഥലവും സമയവും അതന്നെ. മുൻകൈ കഴുകിയ ശേഷമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്. ഔദും ബിസ്മിൻ ചൊല്ലിയിട്ട് മുൻകൈ കഴുകുക, ഉളുവോടുകൂടെ മിസ്വാക്ക്. മറ്റേത് നമുക്ക് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റൊരു മിസ്വാക്ക് മാത്രമേ കിട്ടുള്ളൂ. കാരണം ഔദും ബിസ്മിൻ ചൊല്ലിയിട്ട് പിന്നെയുള്ള ഉളു തുടങ്ങുന്നത്. ഉളുവിന്റെ മിസ്വാക്കാകണമെങ്കിൽ അത് മുൻകൈ കഴുകിയ ശേഷം വായിൽ വെള്ളം കൊപ്പിക്കുന്നതിന്റെ മുമ്പാണ് ഉളുവിന്റെ മിസ്വാക്ക്. ആ സമയത്ത് മിസ്വാക്ക് ചെയ്യുമ്പോ നീ രണ്ടും കരുതണം. ഉളുവിന്റെ മിസ്വാക്കാണെന്നും ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ മിസ്വാക്കാണെന്നും രണ്ടും നിന്റെ മനസ്സിലൂടെ ഇങ്ങനെ ഓടണം. രണ്ടു കൂലിയും കിട്ടി. മറ്റേത് ആദ്യം മിസ്വാക്കാണ് ചെയ്തു വെച്ചു, നീ ഒന്നും കരുതിയിട്ടില്ല, പല്ല് വൃത്തിയായി, അത്രേ ഉള്ളൂ. എന്തെങ്കിലും നീയത്തുണ്ടെങ്കിൽ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് സുന്നത്ത് കിട്ടിയിട്ടുണ്ടാവും. അതില്ലേ, നാ മിസ്വാക്ക് ചെയ്തിട്ട് പല്ലുമത്ത അസ്പൃശ്യതകൾ നീങ്ങി പല്ലൊന്ന് റെഡിയായി, നാവും ഒന്ന് റെഡി ആയി, പിന്നെ ഔദും ബിസ്മിൻ ചൊല്ലിയിട്ട് പിന്നെ ഉളു എടുക്കാൻ പോകും. അതിലാണെങ്കിൽ മിസ്വാക്കൂല്ല. മിസ്വാക്കോട് കൂടെയുള്ള ഉളുവിനല്ലേ കൂടുതൽ മഹത്വമുള്ളത്. അതല്ലേ കാമിലായ ഉളു. അത് 24 മണിക്കൂറിൽ ഒരു ഉളുവെങ്കിലും അങ്ങനെ കിട്ടിക്കോട്ടെ. സാധാരണ നമുക്ക് മിസ്വാക്ക് കുറവല്ലേ. അപ്പൊ രാവിലെ എഴുന്നേറ്റിട്ട് മിസ്വാക്കെങ്കിലും അങ്ങനെ കിട്ടാൻ വേണ്ടി ഔദും ബിസ്മിയും 3 പ്രാവശ്യം ചൊല്ലിയിട്ട് മുൻകൈ കഴുകിയ ശേഷം മിസ്വാക്ക് ചെയ്യുക. മിസ്വാക്ക് ചെയ്ത ശേഷം ഫത്ഹുൽ മുഈനിൽ പ്രത്യേകം ഇതൊക്കെ ഫാ ഇട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ബിസ്മി ചൊല്ലിയിട്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ മഹാനവറുകൾ പറഞ്ഞു, പിന്നെ ഗസ്ലുൽ കഫൈൻ, പിന്നെ ഗസ്ലുൽ കഫൈൻ 2 മുൻകൈ കൈകലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നു ഫസിവാകുൻ, മുൻകൈ 2 കഴുകിയ ശേഷം പിന്നെ മിസ്വാക്കാണ്. മിസ്വാക്ക് കഴിഞ്ഞിട്ട് വായിൽ വെള്ളം കൊപ്പിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലുമാണ്. അങ്ങനെയാണ് ഉളു എടുക്കേണ്ടത്. അങ്ങനെ ഉളു എടുക്കുമ്പോ ഉളുവിലും മിസ്വാക്ക് വന്നു. മിസ്വാക്കോടുകൂടെയുള്ള ഉളുവിന് നിസ്കാരത്തിന് സഹോദരങ്ങളെ ശരിക്ക് മാറ്റം വരും. നിസ്കാരത്തിന് മാറ്റം വരണോ? നമ്മൾ നിർവഹിക്കുന്ന സുന്നത്തുകളൊക്കെ അതിന്റെ രൂപഭാവത്തിൽ അതിന്റെ മട്ടത്തിൽ തന്നെ നിർവഹിക്കണം. നിസ്കാരത്തിൽ അങ്ങനെയല്ലേ, സുന്നത്തുകൾക്ക് യാതൊരു കുറവും വരാൻ പാടില്ല. മുമ്പുള്ള സുന്നത്തുകളും ശേഷമുള്ള സുന്നത്തുകളും നല്ല ഭംഗിയാക്കി നിർവഹിക്കണം. അതേ ഫർളിന്റെ കൂടെയുള്ള സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇപ്പൊ ഒരു ഫർളായ വുളൂ, അതിന്റെ കൂടെ കുറെ സുന്നത്തുണ്ട്. ഫർളായ നിസ്കാരം, അതിന്റെ കൂടെ കുറെ സുന്നത്തുണ്ട്. അത് നല്ല വൃത്തിയാക്കി ഭംഗിയാക്കി പൂർണ്ണമാക്കി ചെയ്യണം. എന്തിന്? ഫബിഹാ തുകമ്മലു ഫറായിദുകും, ആ സുന്നത്തുകളെ കൊണ്ടാണ് നിങ്ങളെ ഫർളുകൾക്ക് പൂർണ്ണത നൽകപ്പെടുന്നത്. ഈ സുന്നത്തുകളെ കൊണ്ടാണ് ഫർളുകൾക്ക് പൂർത്തീകരണം കിട്ടുന്നത്. അതുകൊണ്ട് സുന്നത്ത് കുറഞ്ഞു പോകാൻ പാടില്ല, അത് ചുരുക്കാൻ പാടില്ല. അത് പൂർണ്ണമായിട്ട് നല്ല വൃത്തിയായി ഭംഗിയായി നിർവഹിക്കണം. ശേഷം മുഖം കഴുകിയിട്ട് പിന്നെ കൈ കഴുകിയിട്ട് അങ്ങനെയാണ് ഉളു നിർവഹിക്കേണ്ടത്. സഹോദരങ്ങളെ, ആ വിഷയത്തിലും ഇസ്ലാമിയത്ത് സ്വീകരിക്കണം. ആരാധനകളിലും ചലന നിശ്ചലനങ്ങളിലും ഭക്ഷണം കഴിക്കുന്നതിലും സമ്പർക്കത്തിലും സൗഹൃദത്തിലും ഒക്കെ ഇസ്ലാമിയത്ത് സ്വീകരിക്കണം. പ്രധാനമായും പറയട്ടെ, മനുഷ്യർ തമ്മിലുള്ള ഇടപഴകലുകളിൽ സ്വഭാവ രീതികളിൽ ഇസ്ലാമിയത്ത് സ്വീകരിക്കണം. ആണും പെണ്ണും, ആണും പെണ്ണും, ഭാര്യയും ഭർത്താവും, ബാപ്പയും ഉമ്മയും, മക്കളും ബാപ്പയും ഉമ്മയും തമ്മിൽ, കുടുംബാംഗങ്ങൾ തമ്മിൽ, എല്ലാവരും തമ്മിൽ ഇസ്ലാമിയത്തിന്റെ സ്വഭാവം സ്വീകരിക്കണം. ഭാര്യയും ഭർത്താവും തമ്മിൽ ഇസ്ലാമിയത്തിന്റെ സ്വഭാവം സ്വീകരിക്കണം. ഒരാണ് യഥാർത്ഥത്തിൽ ആണായി മനസ്സിലാക്കുന്നത് അവന്റെ കുടുംബത്തോടൊപ്പം എത്ര നല്ല പെരുമാറ്റത്തോടവൻ കഴിയുന്നോ അപ്പോഴാണ് അവൻ നല്ലവനായി മനസ്സിലാക്കപ്പെടുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണ്, ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും നല്ലവർ
സ്വന്തം കുടുംബത്തോട് നല്ല രീതിയിൽ പെരുമാറി ജീവിക്കുന്നവരാണ്. ഇസ്ലാമിയത്തിന്റെ സ്വഭാവം അവിടെ കൂടുതൽ നിയലിക്കണം. നമ്മുടെ കുടുംബപരമായ ജീവിതത്തിൽ, നമ്മുടെ സ്വഭാവം മോശമായാൽ പിന്നെ നമ്മളെ ഒന്നിനും പറ്റൂല. ഇസ്ലാമിന്റെ സ്വഭാവമാണ് നമ്മളിൽ വേണ്ടത്. നമ്മളെ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യരാക്കി മാറ്റിയത് വിശുദ്ധ ഇസ്ലാമിന്റെ സ്വഭാവമാണ്. ഇസ്ലാമിന്റെ സ്വഭാവം ഇങ്ങനെ കാണുമ്പോ നിങ്ങൾ നോക്കി, സ്വഭാവം കണ്ടിട്ടല്ലേ, മഹാന്മാരിലുള്ള ഇസ്ലാമിന്റെ സ്വഭാവം കണ്ടിട്ടല്ലേ കൂടുതൽ 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 ആളുകൾ വിശുദ്ധ ദീനിലേക്ക് വന്നത്. ഇസ്ലാമിന്റെ സ്വഭാവം അവരിൽ നിയലിച്ചു. അവരുടെ പെരുമാറ്റം മുഴുവനും അങ്ങനെ തന്നെ, വക്രതയില്ലാതെ, ചതിയില്ലാതെ, പ്രകോപനപരമായിട്ടുള്ള നടപടികളില്ലാതെ നല്ല പെരുമാറ്റം. എന്തൊരു നല്ല പെരുമാറ്റമാണ്! ആ പെരുമാറ്റം കാരണമല്ലേ കറുത്തു ബാധിച്ചിരുന്ന മനസ്സുകളിൽ വിശുദ്ധ ഇസ്ലാമിന്റെ നൂറാനിയത്തങ്ങ് പ്രകാശിച്ചത്. ഇമാമുൽ ആദം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്വഭാവം എത്ര ഹൃദ്യമായ സ്വഭാവമാണ്. അങ്ങനെ സ്വഭാവം സ്വീകരിക്കാൻ കഴിയുമോ നമുക്ക്? ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തിയാല് അയൽവാസി ഉണ്ട്, അയൽവാസി നല്ല ഫുള്ളിലായിരിക്കും, എപ്പോഴും കുടിച്ച് നല്ല ഫുള്ളിലായിരിക്കും. അപ്പൊ അയൽക്കാരൻ അവിടുന്ന് ഇങ്ങനെ കുറെ പാട്ട് പാടും. ഒരു പാട്ട് ആവർത്തിച്ച് പാടിയോണ്ട് എല്ലാവർക്കും പരിചയമുള്ള പാട്ടാണ്. അല്ലാഊനി വ അയ്യു ഫതൻ അല്ലാഊ ലിയൗമി കരീഹത്തിൻ വസിദാദി തഗ്ദീ. ഇത് ആവർത്തിച്ച് പാടും, കുറേ വരി പാട്ട് പാടും. ഒരു ദിവസം മഹാനവർകൾ ഇശായിന്റെ ശേഷം വീട്ടിലെത്തിയപ്പോ അന്ന് അപ്പുറത്തെ വീട്ടിൽ നിന്ന്, അയൽവക്കത്തെ വീട്ടിൽ നിന്ന് ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല. അപ്പൊ ഭാര്യയോട് ചോദിച്ചല്ല, നമ്മളെ അയൽവാസി ഇന്ന് വന്നിട്ടില്ലേ? ഒന്നും ഒച്ചപ്പാടൊന്നും കേൾക്കുന്നില്ല, ആളവിടെ അല്ലേ? അപ്പൊ സ്വന്തം ഭാര്യ പറഞ്ഞു, അബൂ ഹനീഫ റളിയല്ലാഹുവിനോട്, നിങ്ങൾ അറിഞ്ഞില്ലേ? എന്തറിഞ്ഞില്ലേ? അയാളെ പോലീസ് കൊണ്ടുപോയി. പോലീസ് പിടിച്ചു കൊണ്ടുപോയി, വീട്ടിൽ നിന്ന് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ബേജാറായി. സഹോദരങ്ങളെ, ഹംദ് പറയുകയല്ല, പരിഭ്രമിച്ചു പോയി, ബേജാറായി പോയി. മഹാനവർകൾ വാഹനം എടുത്തു. വാഹനത്തിന്റെ മേലേറി നേരെ അതാ പോകുന്നു ജയിലറയിലേക്ക്, ജയിലിന്റെ ഉള്ളിലേക്ക്. ഗേറ്റ് തുറന്നിട്ട് വാഹനപ്പുറത്ത് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മുന്നിലേക്ക് വരുന്നത് കണ്ടപ്പോ ജയിൽ സൂപ്രണ്ട് പെട്ടെന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി മുറ്റത്തേക്ക് വന്നു. ആരാളും ആദരിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന വലിയ പണ്ഡിത ശ്രേഷ്ഠരല്ലയോ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു? പാണ്ഡിത്യത്തിന്റെ ഗരിമയിൽ അവരെ വെല്ലാൻ ഇമാമുകളിൽ ആരുണ്ട് സഹോദരങ്ങളെ? ആ ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ജയിൽ നിയന്ത്രിക്കുന്ന സൂപ്രണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് ചോദിക്കുന്നു, അല്ല ഉസ്താദേ, നിങ്ങൾ എന്തിനാ വന്നത്? ഒരാളെ പറഞ്ഞയച്ചാൽ പോരെ, ഒരു എഴുത്ത് കൊടുത്തയച്ചാൽ പോരെ, ഞാൻ അങ്ങോട്ട് വരില്ലേ? നിങ്ങൾ എന്തിനാണ് ഇത്ര ധൃതിപ്പെട്ട് ഇങ്ങോട്ട് വന്നത്? പള്ളി വിട്ടാൽ വീട്, വീട് വിട്ടാൽ പള്ളി. ഈ സ്ഥലത്താണല്ലോ നിങ്ങളെ കൂടുതലും കാണാറുള്ളത്. പള്ളിയിൽ നിന്ന് നിങ്ങൾ പോയി എന്ന് പറഞ്ഞ ആളുകൾ നേരെ വരെ എങ്ങോട്ടാണ്? വീട്ടിലേക്കാണ്. വീട്ടിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ പള്ളിയിലേക്കും വരും. രണ്ടാമൊരു സ്ഥലത്താണല്ലോ അധികവും കാണാറുള്ളത്. അപ്രതീക്ഷിതമായിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന് പകല് എന്റെ അയൽക്കാരനെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു എന്ന് ഞാൻ അറിഞ്ഞു. ജയിൽ സൂപ്രണ്ട് പറഞ്ഞു, അതെ, അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. എടങ്ങേറായിട്ട് കുടുങ്ങിയിട്ട് പരാതി ഇങ്ങനെ വന്ന് നിക്കപ്പുറത്തില്ലായിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. ആരാ പരാതി എന്ന് ചോദിച്ചു. ആ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ആളെ നേരെ വാപ്പന്നെ. ലുൽമോണ്ട്, മദ്യപിച്ചിട്ടുള്ള ലുൽമോണ്ട് സഹിക്കാൻ കഴിയാണ്ട് നാട്ടുകാർ പലതും പറഞ്ഞിട്ട് ഒരു കേസാണ് കൊടുത്തു. ഞാൻ അവിടെ കുറച്ചേരം അവിടെ കിടന്നോട്ട് എന്നുള്ള സ്വന്തം ബാപ്പന്റെ കുടുംബക്കാരന് അവര് പരാതി തന്നോണ്ട് കൊണ്ടുവന്നാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയൽവാസി എനിക്കൊന്ന് കാണണം, എനിക്കൊന്ന് കാണണം, അയൽവാസി ഒന്ന് സംസാരിക്കാൻ. നമ്മളെന്താ പറയാ? അതവിടെ കേട്ടെ, ആ ചരിത്രം ഞാൻ പറയാം. നമ്മളെന്താ പറയാ? അതെ, അയൽവാസി
കുടിയനെ ഞാൻ ആ പറമ്പക്കന്നെ നോക്കലല്ല. നമ്മളെ ദേവത ഞാൻ ആ പരിസരത്തേക്ക് പോകലല്ല. ഞാനെ കാണുമ്പോ തന്നെ വേറെ വയ്ക്ക് പോലാണ്. മുറലിയുള്ളാഹിനെ കാണുമ്പോ ഇബ്ലീസ് വേറെ വയ്ക്ക് പോലെ, ഇതേപോലെ വേറെ വയ്ക്ക് പോലെ. നമ്മളയാളെ ടച്ച് ചെയ്യണം. എവിടെയാണ് അയാൾക്ക് കേടുപാട് പറ്റിയത് എന്ന് അന്വേഷിക്കണം സ്വകാര്യമായിട്ട്. നമ്മൾക്ക് തിരുത്താൻ കഴിയുമെങ്കിൽ തിരുത്തണം. ഒരാള് നമ്മളെ വർത്തമാനം കാരണം ഇടപഴകല് കാരണം നന്നായി കിട്ടിയാൽ അതല്ലേ നമ്മളെ ജീവിതത്തിൽ ഇസ്ലാമിയത്തിന്റെ സ്വഭാവം. അയാളെ കേടുപാടൊക്കെ നമ്മൾ നിങ്ങളങ്ങനെ ചെയ്യല്ലേ, എല്ലാ നിലക്കും ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളെ മക്കൾക്ക് മാത്രമല്ല എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ എന്ന് സ്വകാര്യമായി പറഞ്ഞു ഉപദേശിച്ച് നന്മകളൊക്കെ അയാളെ ഓർമ്മപ്പെടുത്തി കൊടുത്ത് എങ്ങാനും അയാളെ മനസ്സിൽ അല്ലാഹുത്തആല ചെറിയൊരു തരി ഇട്ട് കൊടുത്തിട്ടൊരു മാറ്റം വന്നാലോ അൽഹംദുലില്ലാഹ്, ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും എത്ര വലിയ സമാധാനമാണ്, ചെറിയ മക്കൾക്ക് എത്ര വലിയ മോചനമാണ്, കൂടെ കിടക്കുന്ന പ്രാണപ്രേയസിക്ക് എത്ര സമാധാനമാണ്. വഴക്കുകൾ അസ്തമിച്ചുപോയി, വക്കാണങ്ങൾക്ക് തീർപ്പായി പോയി, മർദ്ദനങ്ങൾ ഇനി ചിന്തിക്കേണ്ടതില്ല. ഇപ്പൊ നല്ല സ്വഭാവവും നല്ല സ്നേഹവും നല്ല സംസ്കാരവും നല്ല പെരുമാറ്റവും തുടങ്ങിയിട്ടുണ്ട്. എത്ര വലിയ സന്തോഷം ഉണ്ടാകും സഹോദരങ്ങളെ. നിന്റെ അയൽക്കാരൻ ഒരു നിസ്കരിക്കാത്തവനാണോ, കൂടെ കൂടിയിട്ട് നീ അവനെ നിസ്കരിപ്പിക്കണം. നിന്റെ അയൽക്കാരൻ ദീനീ ഖിദ്മത്തിനൊന്നും സംബന്ധിക്കാത്തവനാണോ, നീ അവനോട് സഹവാസം പുലർത്തിയിട്ട് അവനെ നന്നാക്കണം. ഏതാണോ ഏത് വിഷയത്തിലാണോ അവന് കുറവുള്ളത്, നീ നിന്റെ വഴിയിലേക്ക് അവനെ കൂട്ടിയിട്ട് നിന്റെ കൂടെ വരെ പ്രവർത്തിക്കുന്ന ഒരാളാക്കി അവനെ മാറ്റിയിട്ട് കൊണ്ടുവരണം. അപ്പോഴാണ് നമ്മുടെ ഈ സഹവാസത്തിന് വലിയ വിലയുണ്ടാവുക. സുബ്ഹാനല്ലാഹ്, ഒന്നിലേക്കും പോകാതെ ഒന്നിലേക്കും തിരിയാതെ ഒരു മാർഗത്തിലേക്കും ശ്രദ്ധിക്കാതെ ഏകാഗ്രതയോടെ നടന്നിരുന്ന പല ആളുകളുടെ അടുത്തേക്കും അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നിരിക്കുകയും അവരോട് സംസാരിക്കുകയും അവരെ കുടുംബ വിശേഷങ്ങൾ ചോദിക്കുകയും ഇസ്ലാമിന്റെ സ്വഭാവവും രീതിയും ഓതിക്കൊടുക്കുകയും ചെയ്തപ്പോ ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും തവണ ഓതിക്കൊടുത്തവരുണ്ട്. ഒരുപാട് തവണ പല ആയത്തുകളും കേട്ട ആളല്ലേ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു. പക്ഷേ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ മനസ്സിൽ തറച്ചൊരു ആയത്ത് കേട്ടപ്പോ പിന്നെ എനിക്ക് മാറാൻ പറ്റിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടാണ് ആ ചെറുപ്പക്കാരനോട്. നല്ല പെരുമാറ്റം. ഷഹാദത്തിനെ ചൊല്ലിയിട്ടില്ലെങ്കിലും ആള് നല്ല സ്വഭാവം നല്ല പെരുമാറ്റം. അപ്പൊ ഇടക്കിടക്ക് തങ്ങൾ കാണുമ്പോഴേക്ക് ഒരു 10 മിനിറ്റ് വർത്തമാനം പറയാനിരിക്കും. വന്ന വഹി എന്തെങ്കിലുമൊക്കെ ഓതിക്കൊടുക്കും. ഒരു ദിവസം കുറെ ആയത്തങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വരുന്ന അവസ്ഥ ഉണ്ടായപ്പോ ചോദിച്ചു, അടുത്തിരിക്കുന്ന ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇപ്പൊ വല്ല സന്ദേശവും വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ അതേ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്താ അപ്പൊ വന്നതൊന്ന് ഓതി ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ തങ്ങൾ ഓതിക്കൊടുത്തു, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅദുകും ലഅല്ലകും തദക്കറൂൻ. നമ്മളെ നാട്ടിലൊക്കെ ഖതീബുമാര് ഏറ്റവും വലിയ ഉപദേശം നടത്തുന്ന ഖുതുബയിലെ വലിയൊരു ഉപദേശം ആ ആയത്തങ്ങ് ഓതിക്കൊടുത്തപ്പോ ഉസ്മാൻ ഇബ്നു മദ്ഊൻ തങ്ങൾ പറഞ്ഞു, എന്റെ മനസ്സിൽ ഈമാൻ അങ്ങോട്ട് ഉറച്ചു. പിന്നെ ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നോട്ടം നോക്കിയില്ല, ഞാൻ ഉടനെ ചൊല്ലി. ആ ആയത്തിലെ അന്തർധാരകൾ, അതിലെ അർത്ഥങ്ങൾ, ആശയങ്ങള് എന്റെ മനസ്സുകൊണ്ട് ഞാനൊന്നിങ്ങനെ വിലയിരുത്തിയപ്പോ എന്റെ മനസ്സിന് വല്ലാത്തൊരു കുളിരി. ഞാനങ്ങ് ഉറപ്പിച്ചു ചൊല്ലി ഷഹാദത്ത് കലിമ. അപ്പൊ നിങ്ങൾ നോക്കി, നേരത്തെ ഒരുപാട് ആയത്തുകൾ ഓതിക്കൊടുത്തിട്ടില്ലേ? എന്നിട്ട് അതുകൊണ്ട് മതിയാക്കിയോ? ഇല്ല, സഹവാസം കൊണ്ട് മതിയാക്കിയില്ല. ഒരാളോടുള്ള സഹവാസത്തിൽ അയാൾ നന്നായി കിട്ടണമെങ്കിൽ ഒരു പക്ഷേ ഒരുപാട് സഹവസിക്കേണ്ടി വരും.
അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ജയിൽ സൂപ്രണ്ടിനോട് പറയുന്നു, എന്റെ അയൽക്കാരനെ ഒന്നെനിക്ക് കാണണം, ഒന്ന് സംസാരിക്കാനാണ്. ജയിലിന്റെ ഉള്ളിൽ നിന്ന് അയൽക്കാരനെ കൂട്ടിക്കൊണ്ടുവരുമ്പോ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വെച്ച് അയൽക്കാരൻ പറയുന്നു, ലാ അശ്റബു അബദാ, ഒരു കാലത്തും ഇനി ഞാൻ മദ്യപിക്കൂല. ഉസ്താദേ, നിങ്ങൾ വരുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. എന്നോട് സംസാരിക്കാനോ എന്റെ വിഷയത്തിൽ മറ്റുള്ളവരോട് സംസാരിക്കാനോ നിങ്ങൾ വരുമെന്ന് ഞാൻ ഒരു നിലക്കും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. എന്റെ കുടുംബക്കാരും വന്നില്ലല്ലോ, എന്റെ സ്വന്തക്കാരും വന്നില്ലല്ലോ, അവര് വരില്ല. കാരണം അത്രമാത്രം ഞാൻ കഷ്ടപ്പാടുകൾ വരുത്തിയിട്ടുണ്ട്. എന്റെ അബോധാവസ്ഥയിലും ബോധം കെട്ട അവസ്ഥയിലും ബോധം കൂടിയ അവസ്ഥയിലും ഒക്കെയായി എന്തൊക്കെയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനതെല്ലാം തിരുത്തുന്നു, ഞാനതെല്ലാം മടങ്ങുന്നു. ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒറ്റ കാഴ്ച കണ്ടപ്പോഴേക്ക് ആ ചെറുപ്പക്കാരന്റെ സ്വഭാവവും അവന്റെ നേരത്തെയുള്ള അവസ്ഥയും മൊത്തം മാറിപ്പോയി. സഹോദരന്മാരെ, ആരെയാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പോയി മുഖം കൊടുത്തുകൊണ്ട് സംസാരിക്കാൻ ഒരുങ്ങുന്നത്? ബന്ധങ്ങളിൽ വലിയൊരു ബന്ധമാണ് അയൽവാസി എന്ന ബന്ധം. ആ അയൽക്കാരനെ ഉപദേശിക്കാൻ പല രൂപഭാവങ്ങളും അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നോക്കിയിട്ടൊരു ചാൻസും കിട്ടിയിട്ടില്ല. ഒരു ചാൻസായി കണ്ടത് ഇപ്പോഴാണ്. ഇപ്പൊ എനിക്ക് എന്റെ അയൽക്കാരനെ പോയാൽ ചോദിച്ചാൽ ആളെ കിട്ടുമല്ലോ, ഒന്ന് രണ്ട് വർത്തമാനങ്ങളൊക്കെ ഉപദേശിച്ച് പറയാമല്ലോ എന്ന് കരുതിയിട്ടാണ് രാത്രിക്ക് രാത്രി അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ജയിലിലേക്ക് പുറപ്പെട്ടത്. പക്ഷേ ചെറുപ്പക്കാരൻ ഇറങ്ങി വന്ന് ഇമാം അവർകളെ കണ്ട ഉടനെ തന്നെ തീർച്ചപ്പെടുത്തി പറഞ്ഞു, ഇനി ഒരിക്കലും ഒരു സമയത്തും ഞാൻ മദ്യപിക്കൂല ഉസ്താദേ, ഞാൻ അതിൽ നിന്ന് പൂർണ്ണമായും മടങ്ങിപ്പോയി. അന്ന് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ജയിൽ സന്ദർശിച്ചതിന്റെ വകയായി ജയിലിൽ തടവിലാക്കപ്പെട്ട മുഴുവൻ ആളുകൾക്കും പൊതുമാപ്പ് നൽകി വിട്ടു. ജയിൽ സൂപ്രണ്ട് പറഞ്ഞു, ഇന്നെല്ലാവർക്കും പൊതുമാപ്പാണ്. കാരണം ഇത്രയും കാലം എന്റെ ഇവിടത്തെ സർവീസില് ആദ്യമായിട്ടാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഈ കോമ്പൗണ്ടിലേക്ക് വരുന്നത്. അതും സ്വന്തം അയൽക്കാരനെ ഒന്ന് സന്ദർശിക്കാനും വർത്തമാനം പറയാനുമാണല്ലോ. മഹാനവറുകൾ ഇവിടെ വന്നു എന്ന നിലക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പൊതുമാപ്പാണ്. എല്ലാവരും പോയിക്കോളൂ എന്ന് പറഞ്ഞ് എല്ലാവർക്കും മാപ്പ് കൊടുത്തു. ഇരിക്കട്ടെ, ആ ഒരു ചെറുപ്പക്കാരൻ അയൽവാസി നന്നാകാൻ ആ ഒരൊറ്റ കൂടിക്കാഴ്ചക്ക് സാധിച്ചുവെങ്കിൽ, അങ്ങനെ കൂടിക്കാഴ്ച നടത്താനും സംസാരിക്കാനുമുള്ള ഒരു അവസ്ഥയില്ലേ, അതാണ് നല്ല സ്വഭാവം. അകറ്റി നിർത്തരുത്, മാറ്റി നിർത്തരുത്. കേടുകൾ നന്നാക്കേണ്ടവരാണ്. നമ്മിലുള്ള കേടുകൾ ബാക്കിയുള്ളവർ നന്നാക്കി തരും പോലെ അവരുള്ള കേടുകൾ നന്നാക്കാനുള്ള സൗഹൃദം പാലിക്കണം. സുബ്ഹാനല്ലാഹ്, പെരുമാറ്റങ്ങളിൽ ദൂഷ്യതയുണ്ടാകരുത്. സ്വന്തം സ്വഭാവങ്ങളിൽ സഹോദരങ്ങളെ എപ്പോഴും നശീകരണ പ്രവർത്തനങ്ങൾ സ്വീകരിക്കരുത്. മോശപ്പെട്ട സ്വഭാവങ്ങളല്ല, നല്ല സ്വഭാവങ്ങൾ സ്വീകരിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, 3 സ്വഭാവം മോശപ്പെട്ട സ്വഭാവമാണ്. സലാസുൻ ഹുന്ന മുഹ്ലികാത്ത്. 3 സ്വഭാവങ്ങൾ അത് ഓരോരുത്തരെയും നാശത്തിലേക്ക് കൊണ്ടുപോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. 3 വരാൻ പാടില്ല. വരാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കാൻ വേണ്ടി പറയാം. പലപ്പോഴും പക്ഷേ ഇപ്പൊ നമ്മളിൽ അള്ളിപ്പിടിച്ച് കിടക്കുന്നുണ്ടാവും, മാറ്റാനും കൂടിയാ പറയുക. 3 സ്വഭാവങ്ങൾ. ഒന്ന് ശുഹ്റുൻ മുതാഅ്, വിധേയപ്പെടുന്ന അനുസരിക്കപ്പെടുന്ന പിശുക്ക്. അനുസരിക്കപ്പെടുന്ന പിശുക്ക്. സഹോദരങ്ങളെ, എന്തെല്ലാം വിഷയങ്ങളിലാ പിശുക്ക് നോക്ക് നിങ്ങൾ. ജുമുഅ നിസ്കാരം നിസ്കരിക്കല്ലേ അല്ലെ? ജുമുഅ നിസ്കരിക്കാൻ ഈ പള്ളിയിൽ തായ്മേലക്കാളുണ്ടാവും. ഒരു 10-200 ആളുകളുണ്ട് എന്ന് നിങ്ങൾ കൂട്ടിക്കോളൂ. പക്ഷേ പലർക്കും സുന്നത്ത് നിസ്കരിക്കാൻ എന്തൊരു പിശുക്കാണ്. മഗ്രിബ് നിസ്കാരത്തിന്റെ ജമാഅത്തിന്
ഒരു 10-60 ആളുകളുണ്ട് എന്ന് നിങ്ങൾ കൂട്ടിക്കോളൂ. നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിക്കുന്നവരെ എണ്ണി നോക്കിയാല് 10 വരലാകുമ്പോഴേക്ക് തീർന്നു പോകുന്നു. പിശുക്കല്ലേ സഹോദരങ്ങളെ, സുന്നത്തിലുള്ള പിശുക്കിനെ അടിമപ്പെട്ടിരിക്കുകയാണ്. വിധേയപ്പെടുന്ന പിശുക്ക് അത് മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോകും. സുബ്ഹാനല്ലാഹ്, ചിലരുണ്ട് ഒരു 50 രൂപ കൊണ്ടുവരും. വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുമ്പോ, ഇവിടുത്തെ നാട്ടുകാരല്ല കേട്ടോ, പുറത്ത് നാട്ടുകാർ, ഒരു 50 രൂപ കൊണ്ടുവരും എന്ന് നിങ്ങൾ കൂട്ടിക്കോളൂ. ഉദാഹരണമായിട്ട് 50 രൂപയും ചില്ലറയാക്കിയ 10 രൂപയാണ്, അല്ലെങ്കിൽ 20ഉം 220ഉം ഒരു 10ആണ്. ഒരു പാവപ്പെട്ട മനുഷ്യൻ അവിടെ വന്നിട്ടുണ്ട്. വീടെടുക്കാനോ, കുട്ടിയെ കല്യാണം കഴിച്ച് വിടാനോ, കടബാധ്യത തീർക്കാനോ, ഓപ്പറേഷൻ ഉണ്ട് അതിന് കാശ് സ്വരൂപിക്കാനോ വന്നതാണ്. ഇങ്ങനത്തെ ഒരു 10-50 കൂടെ കെട്ട് കണക്കാക്കി കൊടുത്താലും ആ മനുഷ്യന് സമാധാനം തീരൂല. അത്രയും സങ്കടത്തിലാണ് ആള് വന്നിരിക്കുന്നത്. പക്ഷേ ജുമുഅക്ക് പോകുന്ന ആളെന്താ ചിന്തിക്കുന്നതെന്നറിയോ? അൽഹംദുലില്ലാഹ്, എന്നൊരു സന്തോഷം. 2 പിരിവില്ലല്ലോ, ഒരു പിരിവുള്ളൂ. അതുകൊണ്ട് ഒരു പിരിവിന് മാത്രം 10 കൊടുപ്പ് തിരിച്ചു വരാം. 50 റുപ്യ കൊണ്ടുപോയ ആള് പിന്നെ 40 റുപ്യ തിരിച്ചു വരികയാണ്. 10 രൂപ മാത്രം കൊടുത്തിട്ട് 50 കൊടുക്കേണ്ടടുത്ത് അപ്പൊ 10 കൊടുത്തു വന്നത്. എന്തൊരു പിശുക്ക! അവിടെ പിശുക്കേണ്ട മേഖലയല്ല, കൊടുക്കേണ്ട മേഖലയാണ്. സഹോദരങ്ങളെ, ഈ പിശുക്കല്ലേ, സ്വന്തം ശരീരത്തിന്റെ പിശുക്കല്ലേ കാത്തു സൂക്ഷിക്കാൻ അല്ലാഹു നിർദ്ദേശിച്ചത്. സ്വന്തത്തിൽ പിശുക്ക് പാടില്ല. ഭാര്യ മക്കൾക്ക് ചെലവ് കൊടുക്കുന്നിടത്തും ചില ആളുകൾക്ക് കാണാം പിശുക്ക്, അല്ലേ? പിശുക്കാൻ പാടില്ല. പിശുക്കുണ്ട് എന്ന് വേഗം മനസ്സിലാകാൻ എങ്ങനെ അറിയാം? പൊരേന്ന് ഭാര്യ അവരെ വിളിക്കാണ്, പിന്നെ ഇന്ന സാധനം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോഴേക്കന്നെ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് അൽഹംദുലില്ലാഹ് സന്തോഷം ഉണ്ടാകേണ്ടത്. കാരണം നമ്മൾ കൊണ്ടുപോയ സാധനം ഉപയോഗിച്ചതിന് നല്ല മനസ്ഥിതിയോടല്ലേ കൊണ്ടുപോയി കൊടുത്തത്, നല്ല രൂപത്തിലല്ലേ ഉപയോഗിച്ചത്. ഇനിയും അങ്ങനെ തന്നെയല്ലേ കൊണ്ടെടുക്കാനുള്ളത്. ഇത്ര പെട്ടെന്ന് തീർന്നോ? എന്നാ നീ ഞാൻ കൊണ്ടുവരുന്നില്ല. എത്ര പെട്ടെന്നാ ചെലവഴിക്കുന്നത്. പിന്നെ ഒരു സാധനം കൊണ്ടുപോയി കൊടുത്തിട്ട് കാലാകാലം ഉപയോഗിക്കാണ്ടാകുമോ? ഇല്ല. അതൊരു അലക്കുന്ന സോപ്പാണെങ്കിലും ശരി, പത്തിരി ചുടുന്ന പൊടിയാണെങ്കിലും ശരി, അതിനൊക്കെ ഒരു കാലാവധി അത് കഴിഞ്ഞാൽ അത് കഴിയും. അപ്പൊ പിന്നെ വിളിച്ചു പറഞ്ഞ പെണ്ണിനോട് അവിടെ ഇത്ര പെട്ടെന്ന് തീർന്നോ, ഇത്ര വേഗം തീർന്നോ എന്ന് പറയുന്നതിന് അർത്ഥമല്ല. പറ്റ പിശുക്കാൻ പാടില്ല. പറ്റ പിശുക്കിയാൽ അത് ബുദ്ധിമുട്ടാണ്. പറ്റ പിശുക്കിയാൽ പിന്നെ അബൂ സുഫിയാന്റെ ഭാര്യ വന്ന് പറഞ്ഞതുപോലെ പറയും, പെണ്ണുങ്ങൾ വന്ന് പരാതി പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ ഭർത്താവിനെ പറ്റി തങ്ങൾക്ക് അറിയൂലേ? ചിലപ്പോഴൊന്നും കാര്യമായിട്ട് ചെലവിനുള്ള ഒന്നും തരൂല. അപ്പൊ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്ക് മക്കൾക്കും വേണ്ടത് മുപ്പൊരു സമ്പത്ത് കൊണ്ടുവന്നിടുന്നുണ്ട്, ആവശ്യത്തിന് എടുത്തോളൂ എന്ന് പറഞ്ഞു. ചോദിച്ചോളന്നില്ല. നമ്മളെ നാട്ടിൽ ചോദിക്കാതെ തൂറിപ്പിടുത്ത പിന്നെ അവിടെ തൊലാക്ക് 1, 2, 3 ഒപ്പം കഴിയൂലേ? ആവശ്യത്തിന് എടുത്തോളൂ എന്നാ തങ്ങൾ പറഞ്ഞു. ആവശ്യത്തിന് തരണ്ടേ? തരാതെന്ന പിന്നെ എങ്ങനെ ചെലവിന് മുന്നോട്ട് പോണു? പാകത്തിനെടുത്തോളൂ, നിങ്ങൾക്കും നിങ്ങളെ മക്കൾക്കും മതിയാകുന്ന എടുത്തോളൂ എന്ന് പറഞ്ഞു. ഓവർ എടുക്കണ്ടാന്ന് പറഞ്ഞു. പിശുക്കരുത്, പാകത്തിന് ഭക്ഷണം കൊടുക്കണം, നല്ല പാകത്തിന് ചെലവ് കൊടുക്കണം. ഓവറാകണ്ട, പാകത്തിന് തൃപ്തിയാകുന്ന രൂപത്തിൽ ചെലവ് ചെയ്യണം. ഭാര്യക്ക് മക്കൾക്ക് ചെലവ് കൊടുക്കുന്നത് ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന വലിയ ഒരു സമ്പത്താണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വദഖ എന്ന കൂട്ടത്തിൽ തങ്ങൾ പറഞ്ഞില്ലേ, ഹത്താ തജ്അലു ഫീ ഫിംറഅതിക, നിങ്ങളെ ഭാര്യയുടെ വായിൽ നിങ്ങൾ വെച്ചു കൊടുക്കുന്ന ഒരു പിടി ഭക്ഷണം വരെ നിങ്ങൾക്ക് സ്വദഖയാണ്. വലിയ ധർമ്മമാണ് ആ കൊടുക്കുന്നത്. നല്ല നിയ്യത്തോടുകൂടെ കൊടുക്കണം. അതിൽ കുറവ് വരുത്തേണ്ടതില്ല. പാകത്തിനുള്ള ചെലവ് ചെയ്യണം. തീർന്നതിനെ പറ്റി ക്ഷോഭിക്കരുത്.
കൊണ്ടുപോയി കൊടുക്കുന്നത് നല്ല നീയത്തോടെ കൊണ്ടുപോയി നല്ല നിലക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറയണം. പിശുക്കരുത് സഹോദരങ്ങളെ. മറ്റുള്ളവർക്ക് കൊടുക്കുന്നിടത്ത് നിർബന്ധമായ ദാനങ്ങൾ അത് കൊടുക്കാതെ വെക്കുന്നത് പിശുക്കാണ്. സുന്നത്തായ ദാനങ്ങൾ കൊടുക്കാതെ വെക്കുന്നതും പിശുക്കാണ്. നിർബന്ധ ദാനങ്ങളും ഉണ്ട്, സുന്നത്തായ ദാനങ്ങളും ഉണ്ട്. രണ്ടും ചില ആളുകൾക്ക് ബാധ്യത വരും, രണ്ടും അവര് വീട്ടണം. ചിലർക്ക് നിർബന്ധ ദാനങ്ങൾ വരില്ല, സുന്നത്തായ ദാനങ്ങളെ വരൂ. അവര് അതിനനുസരിച്ച് വീട്ടണം. നിർബന്ധമായിട്ടും വീട്ടാനുള്ള നല്ല പക്വതയും നല്ല ആവശ്യവും നല്ല സംഗതിയൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ നിർബന്ധത്തിന്റെ കണക്കനുസരിച്ച് കൊടുത്തേക്കണം. ആയിട്ടില്ല, സമയമായിട്ടില്ല, അത് പിശുക്കിന്റെ ഭാഗത്തുനിന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു അനൗൺസ്മെന്റ് ആണ്. അതിന് വഴിപ്പെട്ടു പോകരുത്. അതിന് വഴിപ്പെട്ടാൽ കുടുങ്ങിപ്പോകും. കുറെ ഉണ്ടായാലും ചിലപ്പോ തോന്നിപ്പോകും ഇത്ര ഉണ്ടായാലൊന്നും കൊടുക്കാനായിട്ടില്ല, ഇനിയും ഇതിലും അധികം വരും, ഇനിയും ഇതിലും അധികം വന്നാലേ കൊടുക്കാനാകൂ. കൊടുക്കാനുള്ള തൗഫീഖ് ആവശ്യങ്ങൾ കഴിച്ച് അള്ളാഹു തന്നാൽ നല്ല നീയത്തോടെ കൊടുക്കണം. അള്ളാഹുവിന്റെ അടിമകളെ സേവിക്കണം. കഴിവിന്റെ പരമാവധി അതിൽ പ്രതിഫലം അർഹിക്കണം. സുബ്ഹാനല്ലാഹ്, അവിടെ പിശുക്ക് കാണിക്കരുത്. കൊടുക്കുന്നിടത്ത് നല്ല രൂപത്തിൽ കൊടുക്കണം. വിധേയപ്പെടുന്ന പിശുക്ക് അത് തന്നെ നിങ്ങൾ നോക്ക്. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന ഒരാള് എത്രയാണ് അയാൾ ചുരുക്കി നിസ്കരിക്കുന്നത് എന്നറിയുമോ? വജ്ജഹത്തു അയാളെ നിസ്കാരത്തിലില്ല, അഊദു അയാളെ നിസ്കാരത്തിലില്ല. അതേ, ഒരു ആയത്ത് ഓതേണ്ട സുന്നത്തായ സ്ഥലത്ത് ഒരു ആയത്തും ഇല്ല. റുക്കൂഇന്റെ തസ്ബീഹ് 3 ഇല്ല, സുജൂദിന്റെ തസ്ബീഹ് 3 ഇല്ല. അത്തഹിയ്യാത്ത് കഴിഞ്ഞിട്ട് സ്വലാത്തും ഫുള്ളില്ല. അത് കഴിഞ്ഞിട്ട് ഒഴിവാക്കൽ കറാഹത്തായ ദുആയുണ്ട്, അതും ഇല്ല. എത്ര പെട്ടെന്നാണെന്നറിയാം. ചിലയിടത്തൊക്കെ അങ്ങനെ ആരെങ്കിലും തറാവിയൊക്കെ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ ഇമാമിന് സർട്ടിഫിക്കറ്റ് ആണ്. 8 മണിക്ക് തുടങ്ങി 8:20 എത്ര ഏയോ 25 ഒരു 8:30 അരമണിക്കൂറോളം തീരാണെങ്കിൽ സൂപ്പർ ഇമാമാണ്. നല്ല സൂപ്പർ ഇമാമാണ്. 4 പള്ളിയിൽ ബാബക്ക് ഒരു സ്ഥലത്ത് 8 മുതൽ 8:30 വരെ, വേറെ സ്ഥലത്ത് 8 മുതൽ 9 വരെ, വേറെ സ്ഥലത്ത് 9, 9:30 വരെ. ഇമാമെന്നോട്ടെ 4 പള്ളിയിൽ ഇത് പറ്റൂലേ? അത് അതിൻ്റെതായ സുന്നത്തും ചട്ടവും മട്ടൊക്കെ പാലിച്ച് നിർവഹിക്കേണ്ടതാണ്. അല്ലെങ്കിൽ തന്നെ ഏച്ചുട്ടിയുള്ള ഒരു നിസ്കാരം. ഇനി അതെന്നെ വെട്ടി ചുരുക്കി എന്താ ഉണ്ടാകുക? സുന്നത്ത് എങ്ങനെ നിർവഹിക്കണം എന്നറിയാം നിങ്ങൾ? ഒരൊറ്റ ഹദീസ് ഞാൻ അതിന് പറയാം. കുറെ ഹദീസുകളുണ്ട്, ഒറ്റ ഹദീസ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അന്നാഫിലത്തു ഹദിയത്തുൽ മുഅ്മിൻ ഇലാ റബ്ബിഹി. സുന്നത്തായ അമലുകൾ മുഅ്മിനായ മനുഷ്യൻ റബ്ബിലേക്ക് നിർവഹിക്കുന്ന ഒരു പ്രസന്റേഷനാണ്. നിങ്ങളെ പൊരേനെ അപ്പുറത്തുള്ളൊരു വീട്ടിൽ, ഇവിടെ വീട് കൂടുതൽ എന്താ പറയാ, പൊരക്കുടി, അതിലേക്ക് പോവാണ്. മനസ്സിലായില്ലേ? അതിലേക്ക് പോകുമ്പോ നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരു നല്ല കാണാൻ നല്ല സൗന്ദര്യമുള്ള ഒരു ക്ലോക്ക് കൊണ്ടുപോകാം. ഒരു പാരിതോഷികമായിട്ട് ആ ക്ലോക്ക് ആ കവർ നിർത്തി ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കൂല. അതുള്ള കവറിന്റെ മേലെ ഒന്ന് പൊതിഞ്ഞ് വർണ്ണക്കടലാസ് കൊണ്ടൊന്ന് ചുറ്റി, പിന്നെ അത് വേറൊന്ന് ഒട്ടിച്ച് ഒരു കവറിലാക്കി, കവർ പെട്ടിയിലാക്കി ആ പുരക്കാരനത് അയച്ചുണ്ടാക്കണമെങ്കിൽ 1 അരമണിക്കൂറിന്റെ അധ്വാനം ഉണ്ടാവൂലേ? ഒരു ചെറിയ സാധനത്തിന് എത്ര കെട്ടുപട്ടൊക്കെ കൊണ്ടുപോകുക. പക്ഷെ അതിനൊരു വൃത്തിയും ഒരു ഭംഗിയുണ്ട്. കാരണം ഒരു സാധനം ഒരാളെ കയ്യിൽ കൊണ്ടുപോയി ഏൽപ്പിക്കാം. അപ്പൊ വാങ്ങുന്ന ആൾക്കും ഒരു സന്തോഷമുണ്ട്, കൊടുക്കുന്ന ആൾക്കൊരു സന്തോഷം. സംഗതി പതിൽ എന്താണുള്ളത് ഇപ്പുറത്ത് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് അറിയില്ലേ? അറിയുന്നു, വാങ്ങുന്ന ആൾക്കും അറിയില്ലേ? അറിയും, ഈ രൂപം വാങ്ങണോ കണ്ട്. പക്ഷെ അത് കൊടുക്കുന്നിടത്തൊരു കെട്ടുമട്ടുണ്ട്. അതേപോലെയാണ് സുന്നത്തായ കർമ്മങ്ങളൊക്കെ. ഹദിയത്തുൽ മുഅ്മിനി ഇലാ റബ്ബിഹി. മുഅ്മിനായ മനുഷ്യൻ റബ്ബിലേക്ക് നിർവഹിക്കുന്ന ഒരു പാരിതോഷികമാണ്, ഒരു പ്രസന്റേഷനാണ്. ഫൽയുഹ്സിൻ അഹദുക്കും ഹദിയതഹു വൽയുതയ്യിബ്ഹാ.
ഓരോരുത്തരും അവരവരുടെ ഹദിയ അള്ളാഹുവിലേക്ക് മെച്ചപ്പെടുത്തണം, ഭംഗിയാക്കണം, നല്ല രൂപത്തിലാക്കണം. സുബ്ഹാനല്ലാഹ്, സുന്നത്ത് വിടാതെ, അതേ ദിക്ർ വിടാതെ, അത്തഹിയ്യാത്തൊന്നും കുറക്കാതെ, സ്വലാത്തൊന്നും കുറക്കാതെ, ദുആ ഒന്നും കുറക്കാതെ നിസ്കരിക്കുന്നൊരു സുന്നത്തിനെത്ര ഭംഗിയുണ്ട്. വജ്ജഹത്ത് ഫുള്ളായിട്ട് ഓതുന്നില്ലെങ്കിൽ അതിന് പകരമായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു ചെറിയ ദിക്റില്ലേ, ആ ദിക്റെങ്കിലും ചൊല്ലണം. ഫത്ഹുൽ മീൽ പഠിപ്പിച്ചില്ലേ, അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. അത് നീളായി തോന്നാണോ, നാ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക എന്നെങ്കിലും ആ സ്ഥലത്തൊന്ന് ചൊല്ലിയിട്ട് കറാഹത്ത് വരാതെ സുന്നത്ത് കിട്ടുന്ന രൂപത്തിൽ വജ്ജഹത്ത് ഫുള്ളായിട്ടല്ലെങ്കിലും അതേ സ്ഥാനത്ത് നിൽക്കുന്നൊരു ദിക്റെങ്കിലും ചൊല്ലിയിട്ട് സുജൂദിലും റുക്കൂയിലൊക്കെ 3 തസ്ബീഹെങ്കിലും പൂർത്തിയാക്കിയിട്ട് 11 തസ്ബീഹ് ചൊല്ലുന്നവരെ സൗന്ദര്യം എത്ര വലുതാണ്, അത്രയില്ല. 7 തസ്ബീഹ് ചൊല്ലുന്നവരെ സൗന്ദര്യം എത്ര വലുതാണ്, അത്രയും ഇല്ലല്ലോ. 5 ചൊല്ലുന്നവരെ സൗന്ദര്യം എത്ര വലുതാണ്. ചുരുങ്ങിയതൊരു 3 ചൊല്ലിയിട്ട് കുറച്ചെങ്കിലും ഒരു രൂപഭാവത്തിലൊന്ന് മിനുക്കിയിട്ട് അത് അല്ലാഹുവിലേക്ക് സമർപ്പിക്കുമ്പോ അതിന് സ്വീകാര്യത വേറെയാണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. നമ്മളെ പ്രസന്റേഷൻ കെട്ടും മട്ടും നന്നാക്കി കൊണ്ടുപോകുന്നത് പോലെ റബ്ബിലേക്ക് സമർപ്പിക്കാനുള്ള സുന്നത്തുകളൊക്കെ അതിന്റെ രൂപഭാവത്തിൽ മട്ടത്തിൽ നന്നാക്കി വിടണം. അല്ലേ? മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും നിർവഹിക്കുന്ന ഒരു സംഗതിയാണ്, അല്ലേ? വജ്ജത്തുല്ല, ഔദു സുന്നത്തുണ്ട്. ഔദു സുന്നത്തില്ലേ? ഔദു സുന്നത്ത്. ഔദു സുന്നത്തുണ്ട് എന്ന് അവിടുന്ന് പറഞ്ഞ ആരെങ്കിലൊക്കെ കണ്ണൊക്കെ തുറച്ചു നോക്കും. അല്ലെങ്കിൽ തന്നെ നേരമില്ലാത്ത മൂപ്പര് ഔദിട്ട് വന്നിട്ട് ആൾക്കാരെ നോട്ടം കണ്ടാല് അന്ന് ഏതെങ്കിലും കുട്ടി കുടിച്ചു പോണ്ടി വരും പേടിയായിട്ട്. ഔദു സുന്നത്തുണ്ട്. രണ്ടാമത്തെ തക്ബീറിന് ശേഷം സ്വലാത്ത് ചൊല്ലുന്നതിന്റെ മുമ്പ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഹംദ് ചൊല്ലൽ സുന്നത്തുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലി എന്ന് ചൊല്ലുന്നതിന്റെ കൂടെ വസല്ലിം എന്നുകൂടി ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് എന്ന് കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്നുകൂടി പറയൽ സുന്നത്ത്. ഇതൊക്കെ പാലിച്ചുള്ള ഒരു നിസ്കാരാകുമ്പോ ആ നിസ്കാരത്തിന് കെട്ടുമുട്ടും വേറെ ഉണ്ടാകും. ഇതുകൊണ്ടാണ് ഈ സുന്നത്തുകളൊക്കെ എടുത്ത് പാലിച്ച് ശീലിച്ച് നിസ്കരിച്ച ആലിമീങ്ങളെ കൊണ്ടും സാദാത്യങ്ങളെ കൊണ്ടൊക്കെ നിസ്കാരത്തിന് മുന്തിക്കുന്നത്. ഇതൊക്കെ പാലിച്ചവർ നിസ്കരിക്കുമ്പോ ബാക്കിയുള്ള ലോക്കൽ നിസ്കാരം പോലെ ആകൂല, അതിന് സ്വീകാര്യത കൂടി കിട്ടും. അതിനാണ് അതൊക്കെ പാലിച്ചല്ലേ അവർ നിസ്കരിക്കുന്നത്, അതിനാണ് അവരെ ഏൽപ്പിക്കുന്നത്. ഇതൊക്കെ പാലിച്ചാകണം നിസ്കരിക്കേണ്ടത്. സുന്നത്തുകളിലുള്ള സുന്നത്തുകളും ഫർദുകളൊക്കെ പാലിക്കണം, കൃത്യമായിട്ട് ഭംഗിയാക്കിയിട്ട് നിർവഹിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഓരോ സുന്നത്തുകളും അങ്ങനെ ഭംഗിയാക്കി നിർവഹിക്കുമ്പോ അത് നമുക്ക് വലിയ സ്വീകാര്യതക്കുള്ള മാർഗമാണ്. അതേ, അതിൽ പിശുക്കരുത് എന്നാ ഞാൻ പറഞ്ഞത്. ശുഹ്റുൻ മുത്താഅ്, ഒരു മനുഷ്യനെ പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ്. 3 എണ്ണിയപ്പോൾ ശുഹ്റുൻ മുത്താഅ്, വഴിപ്പെടുന്ന തരത്തിലുള്ള പിശുക്ക്. ആ പിശുക്ക് വേണ്ട. അതേ, ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടത് ചെലവഴിക്കേണ്ടത് അതേ രൂപഭാവത്തിൽ ഉപയോഗിക്കണം, ചെലവഴിക്കണം. അവിടെ പിശുക്കരുത്. നല്ല രൂപത്തിലും ഭാവത്തിലും ചെലവഴിക്കണം. വിധേയപ്പെടുന്ന തരത്തിലുള്ള പിശുക്ക് മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോകും. അത് സ്വന്തത്തിലാണെങ്കിലും മക്കളിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഇബാദത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. അവിടെയൊന്നും പിശുക്കണ്ട. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരെഴുതുകയാണ് ഒരാള്. പേരെഴുതുന്നിടത്ത് നബി ഇമാം റളിയല്ലാഹു അൻഹു പിശുക്കരുത്. സ്വലാത്ത് പൂർണ്ണമായി എഴുതണം. എഴുതണ്ടേ? അതിപ്പോ എന്താ പരിപാടി? ഒരു സ്വാല്ലേ റളിയല്ലാഹുവിന്റെ അവിടെ റാ തൊട്ടൊക്കെ. പഴയ കാലത്തെ വിടമാവുന്നതിന് സമ്മതിക്കില്ലായിരുന്നു, ഒരിക്കലും സമ്മതിക്കില്ല.
കയ്യെഴുത്ത് മാസിക ദർസിൽ ഇറക്കുന്നതിൽ വരെ അങ്ങനെ എഴുതാൻ വിടൂലായിരുന്നു. നമ്മളെ ഉസ്താദുമാരിൽ ഒരു ഉസ്താദാണ് മർഹൂം TC ഉസ്താദ്. മുമ്പ് ഓതിയപ്പോ ചെറിയ പിസ്ഥാനിൽ തോന്നുന്നതിന് മുമ്പ് ആക്കോട് TC ഉസ്താദ്, അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ. അവര് കയ്യെഴുത്ത് മാസിക എഴുതുന്നതിന്റെ മുമ്പ് എഴുത്തുകാരെയും അതിന്റെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് നസീഹത്ത് ഉണ്ടാകും, ഒരു 10-15 മിനിറ്റ്. ആ നസീഹത്തിൽ കാര്യമായിട്ട് അദബുകളാണ്, കാര്യമായി അല്ലാത്ത നസീഹത്താണ്. എങ്ങനെ എഴുതണം, എഴുതുമ്പോ എന്തെല്ലാം ശ്രദ്ധിക്കണം, ഏതെല്ലാം രൂപത്തിൽ എഴുതുന്നതൊക്കെ കറക്റ്റായിട്ട് റെഡി ആയിട്ട്. ഒന്നും ആ മാസിക നമ്മളിങ്ങനെ മറിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അദബുകേടായിട്ടൊന്നും ഉണ്ടാകൂല. പിശുക്കല്ലേ നമുക്ക് അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഫുള്ളായിട്ട് ചൊല്ലേണ്ട സന്ദർഭത്തിൽ പോലും എന്തേ ചൊല്ലുള്ളൂ? ബിസ്മില്ലാഹ്. അതന്നെ ചൊല്ലിയ വലിയ കാര്യം. നിങ്ങളെന്താ പറയണേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫുള്ളായിട്ട് ചൊല്ലണം. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചില ആൾക്കാർ പറഞ്ഞു അറവ് നടത്തുമ്പോ ബിസ്മില്ലാഹി മദീന അവിടെ വരെ ചെല്ലണം എന്നാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു. അറവ് നടത്തുന്നത് വരെ സ്ഥലത്ത് വരെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫുള്ള് ചൊല്ലണം. ചിലരെന്താ അവിടെ ബിസ്മില്ലാഹി മദീ എന്ന് പറയാൻ കാരണം അത് അറവല്ലേ, അതുകൊണ്ട് ഇപ്പുറത്ത് ചൊല്ലുന്ന റഹ്മാനുർ റഹീം അല്ല, റഹ്മത്തിനോട് ചേരൂല. അതിനുള്ള റഹ്മത്ത് തന്നെയാണ് അതിനെ അർത്ഥം കൊണ്ട് മട്ടത്തിന് പണിയാക്കാന്നുള്ളത്. അല്ല കുർജീവനാക്കി വിടുകയല്ലോ, അല്ലെ തലക്കടിച്ച് കൊല്ലല്ലോ. അതിന് പാകപ്പെട്ട രൂപത്തിൽ അതിന്റെ റൂഹിനെ നീങ്ങാനുള്ള അവസരം കൊടുക്കുക. വലിയ ബുദ്ധിമുട്ടും കാര്യമായിട്ട് ഇടങ്ങേറില്ലാത്ത രൂപത്തിലുള്ള അറിവ് നടത്തിയിട്ട് അതൊരു റഹ്മത്താണ്. അപ്പൊ അവിടെയും ചൊല്ലണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി ചൊല്ലണം, ബിസ്മില്ലാഹി ചൊല്ലണം എന്ന് ഹദീസിലൊക്കെ പറഞ്ഞത് സഹോദരങ്ങളെ. അതിന്റെ തുടക്കം പറഞ്ഞു തന്നതാണ് ഫുള്ളായിട്ട് ചൊല്ലണം. വീട്ടിലേക്ക് ഒരാൾ പ്രവേശിച്ച് കഥ കടക്കുമ്പോഴും ചൊല്ലണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രാവിലെ ആരാണോ ആദ്യം കതക് തുറക്കുന്നത് അയാൾ ചൊല്ലണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പാത്രങ്ങളൊക്കെ മൂടി വെക്കുന്ന ഉമ്മമാരെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലണം. മൂടി വെക്കാൻ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ വിലങ്ങനെ വെക്കാൻ ഒരു പലക കിട്ടുമോ? എന്നാൽ ആ പലക എങ്ങനെ വിലങ്ങനെ വെച്ചിട്ട് വീതിയിലോ നീളത്തിലോ വെച്ചിട്ട് അപ്പോഴും ചൊല്ലണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് മുഴുവനായിട്ട് ചൊല്ലുന്നത് വലിയൊരു കാവലാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മൊത്തം ഒന്ന് കൂട്ടി നോക്കൂ, 19 അക്ഷരമാണ്. 19 അക്ഷരമില്ലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത്? അത് 19 മലക്കുകളിൽ നിന്ന് വലിയൊരു കാവലാണ്. എവിടെയാ 19 മലക്കുകൾ ഉള്ളത്? നരകം കാക്കുന്ന സബാനിയത്തിന്റെ എണ്ണം 19 അല്ലേ? അലൈഹാ 19. ആ നരകത്തിന്റെ ചുറ്റുഭാഗത്തു നിൽക്കുന്ന മലക്കുകൾ 19 എണ്ണമാണ്. അത്രയേ ഉള്ളൂ എന്ന് നിസാരപ്പെടുത്തി കാണണ്ട. ഒരു മലക്കിന്റെ അകലം തന്നെ പറഞ്ഞാൽ തന്നെ വലിയ വിശാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മാ ബൈന മൻകിബൈ അഹദിഹിം, ആ 19 ഒരാളുടെ 2 ചുമലിനിടയിലുള്ള അകലം മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി, ഒരൊറ്റ മലക്കിന്റെ 2 ചുമലിനിടയിലുള്ള അകലം മശ്രിഖ് മഗ്രിബിന് ഇടയിലുള്ള അത്രയും വലിയ അകലമാണ്. സുബ്ഹാനല്ലാഹ്. എന്തിനാ 19? ഒന്ന് പോരെയോ സഹോദരങ്ങളെ? ആ 19 മലക്കുകളിൽ നിന്ന് കാവൽ ലഭിക്കാനുള്ള വലിയൊരു ദിക്റും കൂടിയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചുരുക്കേണ്ടതില്ല, മുഴുവനായി ചൊല്ലിക്കോളൂ, നല്ല പ്രതിഫലം ലഭിക്കും. അങ്ങനെ പലയിടത്തും നമ്മൾ ചുരുക്കുന്നത് ചുരുക്കണം, ചുരുക്കിയിട്ട് സഹോദരങ്ങളെ മുഴുവനായി ചൊല്ലണം. ദിക്ർ ചൊല്ലുന്നിടത്തും കാണാൻ അങ്ങനെ ആൾക്കാർ ചുരുക്കുന്നത്. ദിക്ർ ചൊല്ലുന്നിടത്ത് ചുരുക്കും. നിങ്ങൾ ശ്രദ്ധിക്കില്ല, ദിക്ർ ചൊല്ലുന്നിടത്ത് ചുരുക്കുന്ന കണ്ടോ? അല്ലേ? കാണിച്ചു തരാം. ഇമാമു സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ മാല പിടിച്ചിങ്ങനെ മറിക്കുമ്പോ സുബ്ഹാനല്ലാഹ് നമുക്കൊരു തംബീഹാക്കിയതാ. അപ്പൊ കുറെ ആളുകൾ എന്ത് ചെയ്യുന്നറിയും? ആ ദിക്ർ വെല്ലുമൽ ചുരുക്കും, നാവോണ്ട് ചൊല്ലാതെ. ഞാൻ അടുത്ത് പറഞ്ഞോളി.
അപ്പൊ നാവുമ്പല് ചൊല്ലാതെ ചുരുക്കി. ചില ആൾക്കാർ ഹൈ സ്പീഡിലാക്കിയിട്ട് സൂന്നുണ്ടാവും. സുബ്ഹാനല്ലാഹ് ഉണ്ടാവുമെന്ന് അറിയില്ല. സുബ്ഹാനല്ലാഹ് എന്നൊക്കെ പറയുമ്പോ എത്ര അക്ഷരമുണ്ട്? സുബ്ഹാന അതിലല്ലേ 10 അക്ഷരം. അല്ലാഹ് അതുമില്ലേ 10 അക്ഷരം. മൊത്തം കൂട്ടുമ്പോ എത്ര അക്ഷരായി? സുബ്ഹാന 5 അക്ഷരം, അല്ലാഹ് 5 അക്ഷരം ഇല്ല, 10 അക്ഷരായില്ലേ? ഈ 10 അക്ഷരം എന്നായിട്ട് മൊഴിയുന്നുണ്ടോ? എവിടെ സുബ്ഹാനല്ലാഹ്. ഈ സുവാണ് ഇങ്ങനെ കേക്കണ്. ഒരു സുബ്ഹാനല്ലാഹ് 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 ഒരു 33 വട്ടം ഇങ്ങനെ സാവകാശം ഇങ്ങനെ ചൊല്ലാൻ ഇത്രത്തോനെ ടൈം എടുക്കും. നമ്മളെന്തിനാണ് വെറുതെ കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചൊല്ലുന്നത്? ആരായിട്ടൊന്നും കിട്ടൂല. വെറുതെയാണ് ഉറുമ്പണിക്ക് നിൽക്കുക. വിരലിങ്ങനെ അളക്കുന്ന ആൾക്കാരോട് പറയട്ടെ, എന്തെങ്കിലും ആ രൂപത്തിൽ ഒരു എക്സസൈസ് ആരെങ്കിലും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം കിട്ടും. വിരലിങ്ങനെ ചലിപ്പിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ എക്സസൈസ് ഉണ്ടെങ്കിലേ ഇവിടെ ഏതെങ്കിലുമൊക്കെ അവിടെ ഇവിടെ ഒക്കെ ചിലപ്പോ രക്തം മറ്റോ കട്ടു പിടിച്ചു വീണെങ്കിൽ ഒക്കെ ഒന്ന് അനക്കാൻ സുഖമാണ്. ഇങ്ങനെ വിരലുകൊണ്ട് മാത്രം തസ്ബീഹുള്ള ആൾക്കാർക്ക് അതുകൊണ്ടൊന്നും കാര്യമില്ല. അത് നേർക്ക് നേരെ തന്നെ. അപ്പൊ അവരെ വക ഒരു മസല പുറത്തേക്ക് പറയുന്നു, ഉസ്താദെ ദിക്ർ ഇങ്ങനെ ചൊല്ലി ചൊല്ലി ആള് വെല്ല അനക്കിയാലും ദിക്റായി കൂട്ടുന്നു. അത് നമ്മളെ പറ്റിയല്ല പറഞ്ഞു. അങ്ങനെ വിചാരിക്കരുത്, നമ്മളെ പറ്റിയല്ലത്. അത് ദാക്കിരീങ്ങളെ പറ്റിയാണ്. ദിക്റിലായി മുഴുകിയ മഹാന്മാരുണ്ട്. ഒരു ദിവസം 1000, 2000, 3000 ഒക്കെ ദിക്ർ ചൊല്ലുന്ന ആൾക്കാര്. അച്ചൊല്ലുന്നതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും മാലയൊന്ന് ചൊല്ലാതെ മറിച്ചാലും ആ മറിക്കുന്നത് ദിക്റായിട്ട് ഗണിക്കപ്പെടും. അതങ്ങനെ തന്നെ കൂട്ടി അവർക്ക് കൂലി നൽകപ്പെടും. അല്ല നമ്മളെ പോലത്തെ ഈ ദിക്റുകാരെ പറ്റിയല്ലത് പറഞ്ഞത്. സഹോദരങ്ങളെ, ദിക്ർ അതിന്റെ യഥാർത്ഥ അക്ഷരങ്ങളൊക്കെ മൊഴിഞ്ഞുകൊണ്ട് തന്നെ ഉച്ചരിക്കണം. പിശുക്ക് കാണിക്കരുത്. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമുണ്ടാകും ഒരു ചൊല്ലുന്ന ദിക്ർ. ബാക്കിയൊക്കെ എന്തൊക്കെയോ ഒരു അപശബ്ദങ്ങളാണ്. അപശബ്ദങ്ങൾ പുറപ്പെടുവിച്ചിട്ട് കാര്യമില്ല, വ്യക്തമായിട്ട് തന്നെ ചൊല്ലണം. പിശുക്കരുത്. ഇബാദത്തിൽ ഒരു നിലക്കും പിശുക്ക് പാടില്ല. അതേ കൊടുക്കേണ്ടിടത്തും പിശുക്ക് പാടില്ല. ശുഹ്റുൻ മുത്താഅ്. രണ്ടാമത്തെ കാര്യം ഹവൻ മുത്തബഅ്, പിന്തുടരപ്പെടുന്ന തടീച്ച. തടീച്ചക്ക് പിന്തുടർന്നുകൊണ്ട് ജീവിച്ചാൽ മനുഷ്യൻ പരാജയപ്പെടും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ തടീച്ചക്ക് വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ ശറഇന്റെ മീസാൻ വെച്ച് നീ അതിനെ തൂക്കണം. ശരീഅത്ത് നിന്നോട് കൽപ്പിച്ചത് എന്താണ്? ശരിയാണോ? നീ ആ ചിന്തിക്കുന്നത് പോലെ ചെയ്യണമെന്നാണോ ദീന് പഠിപ്പിക്കുന്നത്? എങ്കിൽ നീ അങ്ങനെ ചെയ്തോ. നീ ആ പഠിപ്പിക്കുന്നതിന് നേരെ എതിരാണോ, നിനക്ക് തോന്നുന്നതിന് എതിരാണോ ദീന് കൽപ്പിക്കുന്നത്? എന്നാ നീ അത് വലിച്ചെറിഞ്ഞോ? ഒരിക്കലും നീ അത് സ്വീകരിച്ചുകൂടാ. മനസ്സിന് തോന്നും പോലെ ജീവിച്ചാൽ ആള് വടിവെച്ചു പോകും. മനസ്സിന് തോന്നും പോലെ ജീവിക്കാൻ പാടില്ല. മനസ്സിന് തോന്നുന്ന തോന്നലൊക്കെ ശരിയാകണമെന്നില്ലല്ലോ. തടീച്ചക്ക് തോന്നും പോലെയല്ലല്ലോ ജീവിക്കേണ്ടത്. യഥാർത്ഥത്തിലുള്ള അടിമയെയും വഴിതെറ്റിപ്പോയ അടിമയെയും വേർതിരിച്ച് തിരിയുന്നത് 2 സ്വഭാവങ്ങൾ ജീവിതത്തിൽ വരുമ്പോഴാണെന്ന് ഇമാം യാഫി റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തിയപ്പോ മഹാൻ പറഞ്ഞു, അബ്ദുൽ ഹവാ യംതാസു മിൻ അബ്ദി റബ്ബിഹി ലദാ ശഹവത്തിൻ ഔ ഇൻദ സദ്മി ബലിയതി. അബ്ദുൽ ഹവാ താന്തോന്നിയായി ജീവിക്കുന്ന മനുഷ്യൻ, ഇച്ഛപ്രകാരം കാര്യങ്ങളൊക്കെ വിലയിരുത്തി നീക്കി മുന്നോട്ട് ജീവിക്കുന്ന മനുഷ്യൻ, അതേ റബ്ബിനനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യനും 2 ഘട്ടത്തിൽ അവര് വേർതിരിയും. ഒന്ന് ലദാ ശഹവത്തിൻ, താല്പര്യങ്ങൾ വരുമ്പോ, ആഗ്രഹങ്ങൾ വരുമ്പോ അത് ശരിയാണോ ശരിയല്ലേ എന്നൊരു ആശങ്ക പ്രകാരം ഞാനത് ചെയ്യണ്ട, ദീനോടൊരു പക്ഷെ അത് കൽപ്പിക്കൂല എന്ന് കരുതി മാറി നിൽക്കുന്ന മനുഷ്യൻ, അവൻ അള്ളാഹുവിന്റെ അടിമയായിരിക്കും. അവന്റെ ഇച്ഛക്കനുസരിച്ച് ഇപ്പൊ ശരിയായി തോന്നുന്നത് അതാണ്, അതങ്ങ് ചെയ്യട്ടെ എന്ന് കരുതി മുന്നോട്ട് നീങ്ങുന്നവനോ അവൻ അബ്ദുൽ ഹവാ, ഇച്ഛയുടെ അടിമയാണ്. ആഗ്രഹം വരുമ്പോഴാണ് 2ഉം വേർതിരിയുക. ആഗ്രഹത്തിനനുസരിച്ച് അവന്റെ പ്രവർത്തനം എങ്ങനെയെന്ന് നോക്കും. ആ പ്രവർത്തനം പോലെ മുന്നോട്ട് പോകുന്നുണ്ടോ ഇല്ലേ? ആഗ്രഹം പലതും വരും.
ആഗ്രഹത്തിനനുസരിച്ച് നിന്ന് കൊടുക്കാൻ പറ്റൂല. ആഗ്രഹം ദീനനുസരിച്ച് ശരിയാണോ അല്ലേ, അത് വിലയിരുത്തിയിട്ട് വേണം ശരിയാക്കാൻ. അത് വിലയിരുത്താതെ തോന്നും പോലെ അങ്ങോട്ട് ചെയ്യുമ്പോൾ ആള് തെറ്റിപ്പോകും. ഏത് വിഷയത്തിൽ? ആഗ്രഹത്തിന്റെ സമയത്തല്ലേ പല ആളുകളും ചിന്തിക്കാറുള്ളത്, ഈ ആഗ്രഹം ശരിയാണോ അല്ലേ, ദീനനുസരിച്ച് ശരിയാണോ അല്ലേ. അതുകൊണ്ടല്ലേ സഹോദരന്മാരെ, നമുക്കൊക്കെ അറിയാമല്ലോ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഭക്ഷണം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നല്ല നേരം, വിശന്നിട്ട് എരിഞ്ഞ് പൊരിഞ്ഞ വയറുമായിട്ടാണ് ഇരിക്കുന്നത്. ഭക്ഷണം കിട്ടിയാൽ എങ്ങനെയായാലും ഭക്ഷിക്കായിരുന്നു എന്നാ മനസ്സിലാഗ്രഹം. ആ ആഗ്രഹമുള്ള സമയത്താണ് ഒരു അശരീരിയിൽ നിന്ന് ഭക്ഷണം താഴോട്ടിറങ്ങി വരുന്നത്. താഴോട്ടിറങ്ങി വരുന്ന ആ ഭക്ഷണ തളികയിലേക്ക് മഹാനവറുകൾ ഒന്നിങ്ങനെ നോക്കിയപ്പോ ആ തളികയിൽ കാണാനുള്ളത് സ്വർണപാത്രവും വെള്ളിക്കോപ്പയുമാണ്. നിറഞ്ഞ രീതിയിൽ കാണാനുള്ളത് ഭക്ഷ്യവസ്തുക്കളും പാനീയങ്ങളും ഒക്കെ നിറഞ്ഞ രീതിയിലാണ്. അതേ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും മഹാനവർകൾ ആ സമയത്ത് ചിന്തിക്കുന്നത് സ്വർണപാത്രത്തിലും വെള്ളിക്കോപ്പയിലും ഹലാലാക്കി തന്നു എന്നല്ലേ നേരത്തെ അശരീരിയിൽ നിന്ന് പറഞ്ഞത്. ഇത് ഹലാലും ഹറാമുമായി രൂപഭാവം തിരിക്കണമെങ്കിൽ എനിക്കല്ലല്ലോ തിരിക്കേണ്ടത്, എന്റെ നേതാവ്, ഞാൻ അംഗീകരിക്കുന്ന, ഞാൻ പിൻപറ്റുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാറ്റം വരണ്ടേ. ഇതെനിക്ക് പരീക്ഷണത്തിന് വന്നതാണെന്ന് മനസ്സിലാക്കി മഹാനവർകൾ ഒറ്റ തട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞില്ലേ, ശപിക്കപ്പെട്ടവനെ മിണ്ടാതെ പോടാ. ശൈത്താന്റെ ആഗ്രഹം പോലെ നടന്നോ സഹോദരങ്ങളെ? നടന്നില്ല. ഭക്ഷണം കഴിക്കണമെന്ന നല്ല ആഗ്രഹത്തോടെ ഇരിക്കുമ്പോഴും മുന്നിലേക്ക് വന്ന ഭക്ഷണത്തെ പറ്റി, പാത്രത്തെ പറ്റി മഹാനവറുകൾ ചിന്തിച്ച് വിലയിരുത്തുകയായിരുന്നു. അതേ സമയത്ത് അവിടെ ഇരിക്കുന്നത് വേറെ ഏതെങ്കിലും അബ്ദുൽ ഹവയാണെങ്കിലോ, അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യനല്ലെങ്കിലോ അവനൊരു പക്ഷേ ചിന്തിച്ചേക്കും, എന്റെ സ്ഥാനമാനങ്ങൾ കണക്കാക്കിയിട്ട് അള്ളാഹു ഇറക്കി തന്നതായിരിക്കും, ഞാൻ ഇത്രയും വലിയ ആലാ ദറജയിലെത്തിയിട്ടുണ്ട്, ഇനിയും ഉയർന്ന സ്ഥാനത്തേക്കാണ് ഞാൻ പോകാനുള്ളത്, അതുകൊണ്ടാണ് ഇപ്പൊ സ്വർണപാത്രം വെള്ളിക്കോപ്പയൊക്കെ ഇറക്കി തന്നിരിക്കുന്നത്, മറ്റാർക്കും കിട്ടാത്ത വലിയ കറാമത്താണെന്നെങ്ങാനും മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ചിലപ്പോൾ ഭക്ഷണം കഴിച്ചു പോകും. അതേ സമയത്ത് അള്ളാഹുവിനെ അനുസരിക്കുന്ന അടിമയായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ശറഅ് വെച്ചുകൊണ്ടാണ് അവിടെ വിലയിരുത്തൽ നടത്തിയത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹലാലാകാത്തത് എനിക്കെങ്ങനെ ഹലാലാകാനാ? ഒരൊറ്റ ചിന്തയോടെ തട്ടിത്തെറിപ്പിച്ചില്ലേ, അതിന് കീഴ്പ്പെട്ടു പോയില്ലല്ലോ. അല്ലെങ്കിൽ പരീക്ഷണം വരുന്ന ഘട്ടത്തിൽ അറിയാം ആരാണ് അള്ളാഹുവിന്റെ അടിമ, ആരാണ് അവക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ആള് എന്നറിയാം. പരീക്ഷണം വന്നിട്ട് കുടുങ്ങി, അല്ലാഹു തആല എന്നെ നാശത്തിലാക്കി, എന്നെ പരാജയത്തിലാക്കി എന്നൊക്കെ പറയുന്ന ആളില്ലേ, അയാള് സ്വന്തം ഇച്ഛയ്ക്ക് അനുസരിച്ചു കൊണ്ട് കുടുങ്ങിപ്പോയ ആളാണ്. അതേ സമയത്ത് പരീക്ഷണം വന്നിട്ട് ക്ഷമിച്ചിട്ട് മുന്നോട്ട് നീങ്ങിയ ആളോ, ആ ക്ഷമക്കനുസരിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ സ്ഥാനമാനങ്ങളും ബഹുമാനങ്ങളും കൊടുക്കുന്നു. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാം പരീക്ഷണങ്ങൾ അനുഭവിച്ചപ്പോ അല്ലാഹു തആല ചോദിച്ചു, അയ്യൂബ് നബിയെ, നിങ്ങളെ ഞാൻ പരീക്ഷിച്ച് ബുദ്ധിമുട്ടാക്കിയോ? അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മറുപടി, ഇല്ല റബ്ബേ, മാ ബഖിയ ഫിയ അംറാൻ, രണ്ട് വിഷയങ്ങൾ എന്നിൽ ബാക്കിയുള്ള കാലത്തോളം നീ എന്നെ പരീക്ഷിച്ച് ബുദ്ധിമുട്ടാക്കി എന്ന് ഞാൻ പറയില്ല.
ഒന്ന് നിന്നെ പറയാനുള്ള നല്ല നാവു, എന്റെ നാവിനൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല. നിന്നെ ഓർക്കാനുള്ള നല്ല കൽബ്, എന്റെ കൽബിന് ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ. ഈ രണ്ട് അവയവങ്ങളും എന്നിൽ സലീമായ രൂപത്തില്, സുരക്ഷിതമായ രൂപത്തില് നീ ബാക്കി തരുന്ന കാലത്തോളം എന്നെ പരീക്ഷിച്ച് നീ ബുദ്ധിമുട്ടാക്കിയെന്ന് ഞാൻ പറയില്ല. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ കൂടെയുള്ള ഭാര്യ ബഹുമാനപ്പെട്ട റഹ്മത്ത് ബീവി, റഹ്മത്ത് ബിൻത് അഫ്റാസീം ഇബ്നു യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മോന്റെ മോളാണ് റഹ്മത്ത് ബീവി, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ. എത്ര സബറോട് കൂടെയാണ് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ നിന്നത്. ഇപ്പൊ അടുത്ത് കേട്ടൊരു വാർത്ത കേട്ട നിങ്ങളോട് കൂടുതലായി സംസാരിക്കാൻ എനിക്ക് സമയമില്ല. ഇപ്പൊ അടുത്ത് കേട്ടൊരു വാർത്ത, ഞാനത് കേട്ട് കുറെ ഈ ചരിത്രം ഇങ്ങനെ ആലോചിച്ചു പോയി. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പക്കൽ നിന്ന് കുടുംബക്കാര് വേർപിരിഞ്ഞു പോയി. സമ്പത്തായ സമ്പത്തൊക്കെ തീർന്നുപോയി. അയൽക്കാരും വെടിഞ്ഞുപോയി. പലരും പല ഭാഗത്തേക്ക് പോയിട്ടും റഹ്മത്ത് ബീവി റളിയല്ലാഹു അൻഹ മാറ്റമില്ലാതെ കുലുക്കമില്ലാതെ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ തന്നെ ഉറച്ചു നിന്നു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട്, ചെറുപ്പക്കാരികളോട്, സഹോദരിമാരോട് ഞാൻ പറയട്ടെ, നല്ല ക്ഷമാപൂർവം പരലോകത്തിന് വേണ്ടി ജീവിക്കണം. നിങ്ങള് ദുനിയാവിനെ ആശിച്ച്, ദുനിയാവിനെ മോഹിച്ച് ഏതെങ്കിലും ആളുകൾ ജീവിക്കുന്ന ഏതെങ്കിലും വീഡിയോകൾ കണ്ട് ജീവിതം നിങ്ങൾ പറത്തിപ്പോയാൽ പരീക്ഷണം നിങ്ങൾക്ക് മതിയാകൂല. ദുനിയാവ് കൊണ്ട് മാത്രം മതിയാകൂല, ആഖിറത്തിലും പരീക്ഷണം ഏൽക്കേണ്ടി വരും. റഹ്മത്ത് ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, അവരൊക്കെ പോയപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങൾ പോകുന്നില്ലേ? ഇല്ല ഭർത്താവേ, ഞാൻ നിങ്ങളെ വേർപിരിയുന്നില്ല. എന്റെ ജീവിതത്തിന്റെ അവസാന സമയം വരെ പൊന്നുപോലെ നിങ്ങളെ പരിരക്ഷിക്കാനും ശുശ്രൂഷിക്കാനും നിങ്ങളോടൊപ്പം ഞാനുണ്ട്. ആരില്ലെങ്കിലും അത് വിഷയമല്ല, ആര് തന്നെ കൂടൊഴിഞ്ഞു പോയാലും അത് പ്രശ്നമല്ല. അടുത്ത് കേട്ടെന്താണെന്നറിയോ? ഒരാള് ഗൾഫിൽ നിന്ന് വന്ന് ഇവിടെ നല്ല വീടൊക്കെ ഉണ്ടാക്കി, അയാൾക്ക് 4-5 മക്കളുണ്ട്. അങ്ങനെ ഇവിടെ അത്യാവശ്യം ജീവിക്കാനുള്ള ചില സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പക്ഷേ കുറച്ചു കാലം അയാൾ ഇവിടെ നിൽക്കേണ്ടി വന്നപ്പോ ഗൾഫിലെ ജോലി പോയി. ഗൾഫിലെ ജോലി പോയപ്പോ ഈ പെണ്ണ് പറഞ്ഞു, ഞാൻ പോവാണ്. ഈ പെണ്ണ് പറഞ്ഞു, ഞാൻ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ പെണ്ണ് ഗൾഫ് കണ്ടിട്ടാണോ ഈ ചെറുപ്പക്കാരനെ സ്വീകരിച്ചത്? സഹോദരങ്ങളെ, ഗൾഫിലെ ജോലി പോയപ്പോഴെങ്കിലും പെണ്ണ് പോയി. പെണ്ണ് പറഞ്ഞു, ഇനി നിങ്ങളോടൊപ്പം ഞാൻ ജീവിക്കണില്ല, നിങ്ങൾക്ക് ഞാൻ ഖുൽഉ തരാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഖ്യ അത്രയും തന്നിട്ട് നിങ്ങളെ ഞാൻ ഒഴിവാക്കാൻ പോകാണ്, നിങ്ങളത് സ്വീകരിച്ചാൽ മതി. പെണ്ണിന്റെ ഭാഗത്തു നിന്ന് ആണുങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു മാർഗം ഖുൽഉ. അദ്ദേഹം പറഞ്ഞു, തൊലാക്കല്ലിന്റെ ഒരു സംഗതി എനിക്കുണ്ടായില്ല, ഞാൻ ഇതിന് തൊലാക്കല്ലാണ്. പലരും പറഞ്ഞു, ആ പോയ പെണ്ണിന് തൊലാക്കല്ലേക്ക്. ഞാൻ തൊലാക്കല്ല, എന്റെ ഭാഗത്തുനിന്ന് സംഗതി ഒന്നും ഉണ്ടായിട്ടില്ല. അവൾ എനിക്ക് ഇഷ്ടപ്പെടാതായിട്ടില്ല. അവൾക്ക് സൗകര്യം കുറഞ്ഞു പോയതിന്റെ പേരിലല്ലേ. അവളായിട്ട് ഒഴിവാക്കണമെങ്കിൽ ഒഴിവായിക്കോട്ടെ എന്ന് പറഞ്ഞു. ആ പെണ്ണ് അതും സ്വീകരിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്കി. ഇപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചത്, സാമ്പത്തിക സ്രോതസ്സുകളും കുടുംബക്കാരും അയൽക്കാരും ഒക്കെ കൂടുവിട്ടു പോയിട്ട് ഒറ്റക്ക് തന്റെ ഭർത്താവിന്റെ കൂടെ നിന്ന് റഹ്മത്ത് ബീവി റളിയല്ലാഹു അൻഹ, എന്റെ പെങ്ങന്മാരെ, ഉമ്മമാരെ, അവരെ പോലെ നിങ്ങൾ ജീവിക്കണം സ്നേഹത്തോടെ. ആ സ്നേഹത്തിന് അല്ലാഹു തആല അവർക്ക് പകരം സമ്മാനം കൊടുത്തു. റഹ്മത്ത് ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഭർത്താവേ, എത്ര കഷ്ടപ്പാട് നിങ്ങൾ സഹിച്ചാലും അല്ലാഹു തആലാന്റെ പേരിൽ നിങ്ങൾ സഹിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്നാലും ഒരു ചെറിയ ചോദ്യമെങ്കിലും ചോദിച്ചൂടെ? അപ്പോഴാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞത്, റബ്ബി അന്നീ മസ്സനിയൽ ളുർറു
വഅൻത അർഹമുർ റാഹിമീൻ. റബ്ബേ, ഒരു ചെറിയ വിഷമം എന്നെ സ്പർശിച്ചിട്ടുണ്ട്. നീ അർഹമുർ റാഹിമീനാണല്ലോ, കരുണാവാരിധിയാണല്ലോ അല്ലാഹു തആല ഉടനെ തന്നെ ഉത്തരം ചെയ്തു. സഹോദരങ്ങളെ, ഒരു സെക്കൻഡ് താമസിച്ചിട്ടില്ല. ഉടനെ ഉത്തരം ചെയ്തിട്ട് അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അയ്യൂബ് നബിയെ, ഉർക്കുദു ബിരിജിലിക്, നിങ്ങളെ കാലുകൊണ്ട് നിങ്ങളൊന്ന് നിലത്ത് ചവിട്ടണം. ചവിട്ടുമ്പോ അവിടുന്ന് നല്ല ഉറവ പൊട്ടി ഒഴുകി വരും. ആ പൊട്ടി ഒഴുകി വരുന്ന ഉറവയിൽ നിന്ന് വെള്ളമെടുത്ത് നിങ്ങൾ ശരീരത്തിൽ ഒഴിക്കണം. നിങ്ങളെ നല്ല സെറ്റപ്പുള്ള ബോഡി നിങ്ങൾക്ക് ഞാൻ തിരിച്ചു തരും. എന്റെ മാർഗത്തിൽ നിങ്ങൾ സ്വബർ ചെയ്തല്ലോ, ഒരു പരാതിയും പറഞ്ഞില്ലല്ലോ. സ്വന്തമായി നിങ്ങൾ ചോദിച്ചതല്ല, ഭാര്യ ആവശ്യപ്പെട്ടപ്പോ ഭാര്യയ്ക്ക് വേണ്ടി ഒരു ചോദ്യം ചോദിച്ചതല്ലേ. എത്ര കാലം നിങ്ങൾ ക്ഷമിക്കാനും ഒരുക്കമാണല്ലോ. അങ്ങനെ അതാ കാലുകൊണ്ടൊരു ചവിട്ടിയപ്പോ നല്ല തെളിനീരിങ്ങനെ ഒഴുകി വന്നപ്പോ അതിൽ നിന്ന് മുക്കി ശരീരത്തിൽ ഒഴുക്കിയപ്പോ നല്ല ഭംഗിയുള്ള ശരീരം വന്നു. ഒരു കല പോലും കാണാനില്ല, ഒരു ക്ഷീണം പോലും പറ്റിയത് അറിയാനില്ല. وَوَهَبْنَا لَهُ أَهْلَهُ وَمِثْلَهُم مَّعَهُمْ رَحْمَةً مِّنَّا وَذِكْرَىٰ لِأُولِي الْأَلْبَابِ. കുടുംബക്കാരെയും അയൽക്കാരെയും സമ്പത്തും നമ്മൾ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് ഓശാരമായി കൊടുത്തു. എന്തിന്? ദിക്റാ ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള മനുഷ്യന്മാര് ചിന്തിക്കാൻ വേണ്ടി. അള്ളാഹുവിന്റെ മാർഗത്തിൽ പരീക്ഷണം വരുമ്പോ ഒരു പരാതിയും പെടാതെ അള്ളാഹുവിലേക്ക് സ്വബർ ചെയ്യുക, പടച്ച റബ്ബിലേക്ക് ചോദിക്കുക. മറ്റൊരാളോട് ശിക്കായത്ത് പറയാതെ അള്ളാഹ് എന്നെ കുടുക്കി കളഞ്ഞു, അള്ളാഹു എന്നെ ചതിച്ചു കളഞ്ഞു, ഞാൻ പടച്ചവനോട് എന്ത് തെറ്റാ ചെയ്തത്, എന്നെ മാത്രം എന്തിനാ അങ്ങനെ പരീക്ഷിക്കണത് എന്ന ആവലാദികളൊന്നും പറയാതെ, നീയല്ലേ അള്ളാഹുവേ തന്നത്, നീ തന്നത് ഞാൻ സ്വീകരിക്കുന്നു, ഞാനതിൽ ക്ഷമിക്കുന്നു, ഞാനങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നിന്റെ ഖളാ അല്ലാതെ ഇവിടെ നടക്കില്ലല്ലോ. ക്ഷമാപൂർവം മുന്നോട്ട് നീങ്ങിയപ്പോ കുടുംബത്തെ തിരിച്ചു കൊടുത്തു, അയൽക്കാരെ മടക്കി കൊടുത്തു, സമ്പത്ത് നേരത്തെ ഉള്ളതിനേക്കാളും കൊടുത്തു. റഹ്മത്ത് ബിൻത് അഫ്റാസി റളിയല്ലാഹു അൻഹയുടെ മനസ്സ് എത്ര സന്തോഷപൂരിതമായി. അതുകൊണ്ട് ഉമ്മമാരെ, പരീക്ഷണം വരുന്ന ഘട്ടത്തിൽ അള്ളാഹു നോക്കുന്നത് ഇവൻ അബ്ദുൽ ഹവയാണോ അതല്ല അബ്ദുൽ ഇലാഹാണോ, അള്ളാഹുവിന്റെ അടിമയാണോ അതല്ല സ്വന്തം തടീച്ചക്കനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ആളാണോ. ഈ ഒരു പരിശോധനയാണ് അവിടെ നടക്കുന്നത്. അവിടെ തോറ്റുപോകരുത്. അവൻ പിന്തുടരപ്പെടുന്ന തടീച്ച അത് മനുഷ്യനെ തകർക്കും, നാശത്തിലേക്ക് കൊണ്ടുപോകും. മനസ്സിലെന്ത് പൂതി വന്നാലും ശരീഅത്തിൽ അതിന് സ്ഥാനമുണ്ടോ, ദീനത് അംഗീകരിക്കുന്നുണ്ടോ? ഉമ്മമാരെ ആദ്യം നോക്കേണ്ടത് അതാണ്. ഒരു ഡ്രസ്സ് ധരിക്കുമ്പോ, ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോ, മുടി പ്രദർശിപ്പിക്കുമ്പോ, കഴുത്ത് പ്രദർശിപ്പിക്കുമ്പോ, ചുണ്ടിൽ പലതും വാരിത്തേക്കുമ്പോ, നെറ്റിയിൽ പലതും വാരിത്തേക്കുമ്പോ, ശരീരത്തിൽ ഭംഗി വസ്തുക്കൾ പലതും കൂട്ടുമ്പോ ശരീഅത്ത് അനുവദിച്ചതാണോ? അല്ലേ എനിക്കത് വേണ്ടേ വേണ്ട. കൂട്ടുകാരൊക്കെ പറയുന്നു, സഹോദര കല്യാണമല്ലേ, മൈലാഞ്ചിയുടെ ഉള്ളം കൈയില് പുറത്തേക്കൊന്നും കാണാത്ത രൂപത്തില് നിന്റെ ഉള്ളം കൈയിൽ കുറച്ച് മൈലാഞ്ചി കൊണ്ട് നിന്റെ പേരും അവരെ പേരും, നിന്റെ സ്ഥാനപ്പേരും അവരെ സ്ഥാനപ്പേരും, ഒന്ന് രണ്ട് ചിഹ്നങ്ങളും വരച്ചു വെച്ചോ. പറ്റില്ല, നീ പറയണം അത് ഹറാമാണ്. പുരുഷന്മാർക്ക് ഹറാമെന്ന് മാത്രമല്ല, കബീറത്ത് കൂടിയാണ്, വൻ കുറ്റവുമാണ്. അതുകൊണ്ട് നിങ്ങൾ എത്ര ആള് പറഞ്ഞാലും ആര് സപ്പോർട്ട് ചെയ്താലും ഞാനത് ചെയ്യാനില്ല എന്ന് നീ തുറന്നങ്ങ് പറയണം. അപ്പോഴേ നീ അബ്ദുൽ ഇലാഹാവൂ, അള്ളാഹുവിന്റെ ആജ്ഞക്കനുസരിച്ച് ജീവിക്കുന്നവനാകൂ. ആ ഹറാമിന് സപ്പോർട്ട് ചെയ്ത് തത്തുല്യമായ ഏതെങ്കിലും ഒരു വിഷയങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് അവരുടെ ഇഷ്ടങ്ങൾ സാധിപ്പിച്ചു എന്ന് കരുതിയിട്ട് ദുനിയാവിലൊന്നും കിട്ടാനില്ല.
ആഖിറത്തിലാണെങ്കിൽ അതിന്റെ പേരിൽ വലിയ പരീക്ഷണവും വരാനുണ്ട്. അവൻ മുത്തബഅ നന്നായി സൂക്ഷിക്കണം. തടീച്ചക്ക് പിൻപറ്റിയിട്ട് കേടായി പോകാൻ പാടില്ല. മൂന്നാമത്തൊരു കാര്യം കൂടിയുണ്ട്, വഈജാബുൽ മർഇ ബിനഫ്സിഹി. ഒരാൾക്ക് തോന്നുക ഞാൻ അത്യാവശ്യം തിരക്കേടില്ല, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ, ഞാൻ അത്യാവശ്യം തിരക്കേടില്ല, ഞാൻ അത്യാവശ്യം കുഴപ്പമില്ല. ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരന്മാരെ തോന്നിപ്പോകരുത്. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ പോരായ്മകളെ പറ്റിയാണ്, നമ്മുടെ കുറവുകളെ പറ്റിയാണ്. ഞാൻ ആ കുറവുകൾ ഇനിയും തിരുത്തിയിട്ടില്ലല്ലോ അല്ലാ, അതിനിയും മായ്ക്കപ്പെട്ടു പോയിട്ടില്ലല്ലോ അല്ലാ, എനിക്ക് ഇബാദത്തുകൾ എത്ര കുറവുണ്ട് അല്ലാ. ആ വിഷയങ്ങളിലേക്കാണ് വിലയിരുത്തൽ പോകേണ്ടത്. സ്വന്തം ഒരാൾക്ക് അങ്ങനെ തോന്നിപ്പോയാൽ, ഞാനാണ് വലിയ ആള് എന്ന് തോന്നിപ്പോയാൽ, അത് ഇബ്ലീസിന്റെ ചിന്തയായി മാറും. ഇബ്ലീസിന് അങ്ങനെയല്ലേ തോന്നിയത്, അന ഖൈറും മിൻഹു ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. സുജൂദ് ചെയ്യാൻ എന്നെ കിട്ടൂല, ഞാൻ ആദമിനെക്കാളും ഉത്തമനാണ്. എന്നെ നീ പടച്ചത് വേറെയിൽ നിന്നും, നാറിൽ നിന്നും, തീയിൽ നിന്നും. ആദമിനെ നീ പടച്ചത് കളിമണ്ണിൽ നിന്നുമല്ലേ. അതുകൊണ്ട് ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാനോ ബഹുമാനിക്കാനോ എന്നെ കിട്ടൂല. സ്വന്തത്തിന് വലിയ ആളായി തോന്നിപ്പോയി. അങ്ങനെ തോന്നണ്ട. ബാക്കിയുള്ളവരെക്കാളും നമ്മൾ ചെറിയവരാണ്, ആരെക്കാളും വലിയവരായിട്ടില്ല, ചെറിയ ആളാണ്. തവാദു ചെയ്ത് വിനയം ചെയ്ത് ജീവിക്കുക. ഭാര്യയും ഭർത്താവും ഞാൻ പറയുന്നത് നീ എങ്ങനെ അനുസരിക്കണ്ടേ എന്ന് ഭർത്താവിനോട് ഭാര്യ പറയുമ്പോ, ഞാൻ പറയുന്ന കുറച്ചൊക്കെ നിങ്ങളും അനുസരിക്കണം എന്ന് പറയുമ്പോ അത് നടക്കൂല എന്ന് പറയുന്നത് അവിടെ അത് നടക്കണം. ശരി, വൺ വേ മാത്രമായിട്ടുള്ള ഒരു കുടുംബ ബന്ധമല്ല, അങ്ങനല്ല. ഞാൻ പറയുന്ന നീ അങ്ങോട്ട് കേട്ടോളാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞ മാത്രം കേട്ടാ മതിയെന്നോ? അല്ല, അത് പരസ്പര സഹകരണ ജീവിതമാണ്. അവിടുന്ന് ഇങ്ങോട്ട് പറയുന്നതും കേൾക്കേണ്ടി വരും, ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞതും കേൾക്കേണ്ടി വരും. അങ്ങനല്ലല്ലോ, ഒരാൾ മാത്രം പറഞ്ഞ് കേൾക്കാനല്ലല്ലോ ഈ വിവാഹ ജീവിതം എന്നുള്ളത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പങ്കുവെക്കാനാണ്. പെണ്ണുങ്ങൾ പറഞ്ഞൊന്നും കേൾക്കാൻ പാടില്ല, അങ്ങനെ ചില ആൾക്കാരെന്ന്. പെണ്ണുങ്ങൾ പറഞ്ഞു കേട്ടതിന് പിന്നാലെ പോയാല് നമ്മളെ ജീവിതാകെ താറുമാറായി പോകും. ഇല്ല, അഭിപ്രായങ്ങൾ അവര് പറയുന്നു സ്വീകരിക്കണം. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അഭിപ്രായം സ്വീകരിച്ചിട്ടില്ലേ തങ്ങൾക്ക് വലിയ നേട്ടമുണ്ടായത് ഹുദൈബിയ സന്ധിയിൽ. സ്വഹാബത്ത് പലരും തിരിച്ചു പോകാൻ തയ്യാറാകാതിരുന്നപ്പോ തങ്ങൾ ആദ്യം ഒന്ന് പറഞ്ഞു, എല്ലാവരും തഹല്ലുൽ ചെയ്ത് മുടി കളഞ്ഞ് മൃഗങ്ങളൊക്കെ അറുത്ത് എല്ലാവരും മദീനത്തേക്ക് തന്നെ തിരിച്ചു പോകാന്ന്. മനസ്സിലെ ബേജാറോടെ എല്ലാവരും നിൽക്കുകയാണ്. നമ്മൾ ഇത്രയും കാലം ആശിച്ചിട്ട് ഉംറ ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് വന്നാണ്, ഇനി തിരിച്ചു പോകാനാണോ പറയുന്നത്? അപ്പൊ അപ്പുറത്തിരിക്കുന്നുണ്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ തങ്ങൾ ചോദിച്ചു, ഇനി എന്താ കാണിക്ക? അവരാരും സംഗതി ഒന്നും മുന്നോട്ട് വരുന്നില്ലല്ലോ. അപ്പൊ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ഒറ്റ കാര്യം ചെയ്യുന്നത്, ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്ത കാര്യം നടക്കും. എന്താ കാര്യം? തങ്ങൾ നേരെ മുന്നോട്ട് നിൽക്കുക. മുന്നോട്ട് നിന്നിട്ട് തങ്ങൾ മുടി കളയാ, എന്നിട്ട് തങ്ങൾ വാഹനത്തെ ബലിയിറക്കുക. തങ്ങൾ വേറൊന്നും പറയണ്ട, തങ്ങളെ ചെയ്താൽ മതി. വരിയായിട്ട് എല്ലാവരും ചെയ്യുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞ പോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് നിന്ന് മുടി കളഞ്ഞ് കൊണ്ടുവന്ന മൃഗത്തെ അവിടുന്ന് ബലിദാനം നിർവഹിച്ച് തഹല്ലുലായപ്പോ അടുത്തളതാവിന് തിരുമ്പേ എല്ലാവരും തഹല്ലുലായി. എത്ര എളുപ്പം സുഗമമായി മദീനയിലേക്ക് തിരിച്ചു. അങ്ങനെ ചില അഭിപ്രായങ്ങളും വിഷയങ്ങളും കേൾക്കണം. വൺവേ സിദ്ധാന്തമായാൽ അവിടെ സ്നേഹം ഉണ്ടാകൂല, ബർക്കത്തുണ്ടാകൂല. അവിടെ ഒരു പോക്കിരുത്താനവും ഒരു ഞാനാണ് വലിയ ആളൊന്നും കൂടിപ്പോവുക ചെയ്യുക, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഈജാബുൽ മർഇ ബിനഫ്സിഹി, മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യമാണ്. 3 കാര്യങ്ങളും ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നല്ല രൂപത്തിൽ ജീവിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിനയം നോക്കി. നിങ്ങൾ എത്ര വിനയത്തോടെയാണ് 2 സ്വഹാബിമാർ തമ്മിൽ തർക്കം കൂടിയിട്ട് മദീന പള്ളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം കൂടിയപ്പോ ഒരു പദപ്രയോഗം നടത്തിയപ്പോ കേട്ട ഒരാൾ അത് സഹിക്കാതെ പറഞ്ഞ ആളെ ഒരൊറ്റ അടി അടിച്ചു. എന്താണ് പറഞ്ഞ ആൾ അടിച്ചത്? ഒരാൾ പറഞ്ഞ വാക്കെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനെ അയച്ചു. അർസല റസൂലൻ, റസൂലായിട്ട് അയച്ചു.
അഫ്ളല മിനൽ ആലമീൻ, ലോകരെക്കാൾ വലിയ മഹത്തുള്ള ആളായിട്ട് അയച്ചു എന്ന് പറഞ്ഞപ്പോ അത് കേട്ട ഒരു സ്വഹാബിന്റെ അവിടെ നിൽക്കുന്ന ഒരു സ്വഹാബി, ആ സ്വഹാബി മൂസാ നബി അലൈഹിസ്സലാമിന്റെ മഹത്വം പറഞ്ഞ ആളെ ഒറ്റ അടി കൊടുത്തു സഹോദരങ്ങളെ. മൂസാ നബി അലൈഹിസ്സലാമിനെ എല്ലാ ലോകരെക്കാളും അള്ളാഹു തെരഞ്ഞെടുത്തത്, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് എന്ന് പറഞ്ഞു. അടി കിട്ടിയ മനുഷ്യൻ യഹൂദിയാണ്. യഹൂദിയായ മനുഷ്യൻ ഈ അടിയും കിട്ടിയിട്ട് വേഗം പരാതിയുമായി ചെന്നു ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിലേക്ക്. ആ സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിനയം നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമ്പിയാക്കൾക്കിടയിൽ മഹത്വം പറഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ പ്രശ്നക്കാരായി മാറരുത്. ഞാൻ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഫൈദാ മൂസാ ഖായിമുൻ ബിൽ അർശി, ഖബറിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് വരുമ്പോ മൂസാ നബി അലൈഹിസ്സലാം അർശിന്റെ ഒരു തൂണും പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു ബഹുമാനം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ബഹുമാനം ഒരാൾ പറയുമ്പോഴേക്ക് അയാൾ അടിച്ച് പരിക്കേൽപ്പിക്കരുത്. മൂസാ നബിക്കുണ്ട് ബഹുമാനം, നബി തങ്ങളെ ബഹുമാനം കുറവാണ് എന്നല്ല, നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്ന രൂപത്തില് ബഹുമാനം പറയേണ്ടതില്ല. മൂസാ നബി അലൈഹിസ്സലാമിന് ബഹുമാനമുണ്ട്. ഞാൻ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ ഇങ്ങനൊരു അവസ്ഥ കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ മുമ്പ് മൂസാ നബി അലൈഹിസ്സലാം എഴുന്നേറ്റതാണോ? അതല്ല, മൂസാ നബി അലൈഹിസ്സലാമിന് നേരത്തെ ഒരു ബോധം കെടുന്ന അവസ്ഥ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും ബോധം കെട്ടുപോകുന്ന സമയത്ത് സൂറിൽ ഊതപ്പെടുമ്പോ കണക്കിന് മൂസാ നബി അലൈഹിസ്സലാമിന് എഴുന്നേൽക്കാനായിട്ട് അങ്ങനെ എഴുന്നേറ്റതാണോ? എനിക്കറിയൂല. ഏതായാലും മൂസാ നബിക്ക് വലിയ ബഹുമാനമുണ്ട്. അത് തമ്മിൽ പറഞ്ഞിട്ട് നിങ്ങൾ തർക്കിക്കേണ്ട എന്ന് വിനയത്തോടെ സയ്യിദുൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിനയത്തിന്റെ ഉദാഹരണമായി മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ല വിനയാന്വിതരായി അഹംഭാവം സ്വീകരിക്കാതെ അമലുകളിലൊക്കെ കൃത്യത പാലിച്ച് നല്ല രൂപത്തിൽ ജീവിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.